അപ്പോൾ നമ്മൾ അറിവില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലതും കിട്ടാത്തത്. അതുകൊണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഭൂമിയിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ജോലിയാണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് അതറിയണമെങ്കിൽ ഈശ്വരനൊരു മനുഷ്യനെ ഭൂമി സൃഷ്ടിക്കുമ്പം ആ മനുഷ്യന് വിജയിക്കാനുള്ള 4-5 രംഗത്തുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയും ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മാർഗമില്ലായിരുന്നു. നിങ്ങളുടെ കാലം ആയപ്പോഴേക്കും 15 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രം സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് ഒരു 150 ചോദ്യം ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കാണിക്കും ഈ അറ്റൻഡ് ചെയ്ത ആളിന് ഏത് രംഗത്താണ് വിജയിക്കാൻ കഴിവുള്ളതെന്ന്. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് ടെസ്റ്റിന് പോയാൽ 2000 രൂപ ചാർജ് ചെയ്യും. പക്ഷേ ചങ്ങാതി കൂട്ടം ഇവിടെ 100 കുട്ടികൾ മത്സരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ പെർ ഹെഡ് 300-400 രൂപയ്ക്ക് കൂടെ ഒന്ന് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് 12ാം ക്ലാസ് ആകുമ്പോഴത്തേനും ചെയ്യണം. അപ്പോഴാണ് ഈശ്വരൻ നിങ്ങൾക്ക് എന്താണ് ഈ ഭൂമിയിൽ വിജയിക്കാൻ അഭിരുചി തന്നിരിക്കുന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കിയാൽ ആ 4-5 മൈൽ ഒന്നിലേക്ക് നിങ്ങൾ കയറിപ്പോയാൽ നിങ്ങളവിടെ വലിയ വിജയത്തിലെത്തും. ഷേക്സ്പിയർ പറയുന്ന പോലെ ഇൻ എവരി വൺസ് ലൈഫ് ദർ ഇസ് എ ടൈം ടേക്കൺ വിത്ത് ഇറ്റ്സ് ടൈഡ് ഇറ്റ് വിൽ ലീഡ് ടു ഗ്രേറ്റ് ഫോർച്യൂൺ. അപൂർവം ചിലപ്പോൾ ഈശ്വരൻ ഈ അഭിരുചി അല്ലാത്ത ജോലി തന്നളെ. ഞാൻ പഠിക്കുന്ന കാലത്ത് തലസ്ഥാനത്തേക്ക് അവൻ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ പഠിപ്പിച്ചവരെല്ലാം ഒറ്റ അഭിപ്രായങ്ങളായിരുന്നു. പള്ളിയിൽ അച്ഛനാണ് ഇവൻ ബെസ്റ്റ് എന്നാണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ ഈശ്വരൻ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു പോലീസ് യൂണിഫോം എൻ്റെ കൈ തന്നു. പിന്നെ ഈശ്വരൻ നന്നരംഗം വിജയിപ്പിച്ചാണ്. അത്രയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ 12ാം ക്ലാസ് ആകുമ്പോഴത്തേന് ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അണ്ടർഗോ ചെയ്ത് നിങ്ങൾക്ക് ഈശ്വരൻ തന്ന കഴിവ് എന്താണെന്ന് കണ്ടെത്തണം. എന്നിട്ട് അതിലൊരു മേഖല വിജയിപ്പിക്കാനായി ശ്രമിക്കണം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് സ്കോളർഷിപ്പുകളാണ്. പണ്ട് പണമുള്ളവൻ്റെ മക്കൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. എൻ്റെ വല്യപ്പൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസാണ് ഒരു മാസം. അന്ന് 100 തേങ്ങ കൊടുത്താലേ 1 രൂപ കിട്ടുള്ളൂ. അതായത് 600 തേങ്ങയുടെ വില ഒരു 15,000 രൂപയ്ക്ക് ഈക്വലൻ്റാണ് ഒരു മാസത്തെ ശമ്പളം, ഒരു മാസത്തെ ഫീസ്. മലയാളം മീഡിയത്തിൽ പഠിക്കണമെങ്കിൽ 3 രൂപ ഫീസ് കൊടുക്കണം. നമ്മുടെ നാട്ടിലാകെ 4-5 പേർക്ക് സ്കൂളിൽ പോകാനുള്ള പൈസ ഉള്ളൂ. പിന്നെ താഴ്ന്ന ജാതിക്കാരന് സ്കൂളിൽ കയറാൻ ഒക്കെയില്ല. ശൂദ്രഞ്ച സ്ത്രീഞ്ച, സ്ത്രീയെയും ശൂദ്രനെയും സ്കൂളിൽ കയറ്റാൻ പാടില്ല. പക്ഷെ ഇന്ന് സിറ്റുവേഷൻ മാറി. 100 വർഷം കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ച് എല്ലാവർക്കും സ്കൂളിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ 2 സ്കോളർഷിപ്പേ ഉള്ളൂ, മെറിറ്റ് സ്കോളർഷിപ്പും ലോൺ സ്കോളർഷിപ്പും. ഇപ്പോൾ 2000-ഓളം സ്കോളർഷിപ്പുണ്ട്. 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ എത്തുമ്പോഴത്തേന് 62 സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് 20ഓളം സ്കോളർഷിപ്പുണ്ട്. 12ാം ക്ലാസ്സിലെ കുട്ടിക്ക് 22ഓളം സ്കോളർഷിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 8ാം ക്ലാസ് ആകുമ്പോൾ ഒരു മാസം 5000 രൂപ വെച്ച് കിട്ടും. 10ാം ക്ലാസ്സിൽ നാഷണൽ ടാലൻറ്റ് സെർച്ചോ സയൻസ് ടാലൻറ്റ് ടെസ്റ്റോ പാസ്സായി കഴിഞ്ഞാൽ പ്രതിമാസം 8000 രൂപ നമുക്ക് വീട്ടിൽ കിട്ടും പ്രതിമാസം. കോളേജ് ചെലവും 10000 രൂപ കിട്ടും. പിന്നെ എംഫിലിന് പഠിക്കാൻ പോകണോ 27,500 രൂപ ഒരു മാസം നമുക്കിങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. PhD പഠിക്കാൻ പോകണോ 35,000 രൂപ ഒരു മാസം ഇങ്ങോട്ട് കിട്ടും. ഞാൻ PhD എടുത്ത് എനിക്കൊരു പൈസ ആരും തന്നിട്ടില്ല. പക്ഷേ നിങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പം JRFൻ്റെ സ്കോളർഷിപ്പ് 35,000 റുപ്പീസാണ്. അപ്പം ഞാൻ ചങ്ങാതിക്കൂട്ടത്തിൽ എനിക്ക് വാട്സപ്പ് സന്ദേശം അയക്കുന്ന നമ്പറുണ്ട്. ആ നമ്പറിലോട്ട് ഞാൻ ഈ 62 സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ള കുട്ടികളെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കൊരു 2-3 സ്കോളർഷിപ്പിന് മത്സരിക്കണം. മത്സരിച്ച് മാസം 2,000 രൂപയൊക്കെ വാങ്ങിച്ച് അപ്പൻ്റെ അമ്മയുടെ ഒരു പൈസ ചിലവാക്കാതെ പഠിക്കണം മക്കളെ. അതൊരു വലിയ ക്രെഡിറ്റാണ്. അപ്പൻ്റെ അമ്മയുടെ പൈസ അല്ല പഠിക്കുന്നത്. ഇനി കോളേജിലോട്ട് കയറി കഴിഞ്ഞാലോ സ്കോളർഷിപ്പിൻ്റെ തുക ഭയങ്കരമാണ്. കേംബ്രിഡ്ജ് സ്കോളർഷിപ്പ് 2 കോടി രൂപയാണ്. ഹാർവാർഡിൻ്റെ സ്കോളർഷിപ്പ് 5 കോടി രൂപയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപയാണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പത്രത്തിൽ വായിച്ചില്ലേ, പത്തനംതിട്ട ഒരു പെൺകുട്ടിക്ക് 1,60,00,000 രൂപ സ്കോളർഷിപ്പ്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ മോളാണ്. ഞാൻ കോഴഞ്ചേരിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ കയറി. അവൾ ചോദിച്ചാൽ അച്ചായ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് കിട്ടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ തരാമെന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുത്തു. ആ പെങ്കൊച്ച് അടിച്ച് കയറിപ്പോയി 1,60,00,000 രൂപ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ആ കുട്ടിയുടെ അപ്പൻ എന്നോട് പറയായിരുന്നു, എൻ്റെ അച്ചായ ഞാൻ മായിസി 10 ലക്ഷം രൂപ കൊണ്ട് കണ്ടിട്ടില്ല, 1,60,00,000 രൂപ സ്കോളർഷിപ്പ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള 83 സ്കോളർഷിപ്പ് ലിസ്റ്റ് ചങ്ങാതി കൂട്ടത്തിന് അയച്ചു തരാം. അതൊക്കെ എടുത്തങ്ങോട്ട് പഠിച്ച് സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച്
അപ്പൻ്റെ അമ്മയുടെ ഒരു പൈസ ചിലവാക്കാതെ പഠിക്കണം. അപ്പോൾ സ്കോളർഷിപ്പ് എടുത്തിട്ട് പഠിക്കണം. ഇത് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കരിയർ ഗൈഡൻസാണ്. 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 200 മാർക്ക് കൊണ്ട് വഴിതിരിയാൻ 200 വേസ് ടു ഗോ. 11ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഒരു 200 മാർക്ക് കൊണ്ട് തിരിയാൻ. പക്ഷെ തിരിയേണ്ടത് എങ്ങോട്ടാണെന്ന് ആ കുട്ടി ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ കുട്ടി എങ്ങും എത്തുകയില്ല. തിരുവനന്തപുരത്തെ പൊങ്ങച്ച പള്ളിക്കൂടം ഭയങ്കര ഫീസുള്ളൊരു പള്ളിക്കൂടത്ത് ഞാൻ പോയി. 1500 കുട്ടികളിരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ എത്തിരണമെന്ന് ചോദിച്ചു. പിള്ളേരെല്ലാം കൂടെ ഓരോന്നോരോന്ന് പറഞ്ഞെല്ലാം കൂടെ ബോർഡിൽ എഴുതിയ ഒരു ടീച്ചർ തന്നു. 12 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞു. 12. ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. ഉച്ചയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് കൂടി. സ്റ്റാഫ് മീറ്റിംഗ് ഇതേ ചോദ്യം ഇട്ടു. ടീച്ചേഴ്സ് എല്ലാം കൂടെ 24 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞു. അതുകൊണ്ട് ടീച്ചറിന് അറിഞ്ഞൂടാ, കുട്ടിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുട്ടി എങ്ങനെയാണ് വലിയ വലിയ നിലകളിലോട്ട് പോവുക? അപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാത്തൊരു കുട്ടിക്ക്, ജീവിതത്തിൽ എന്താവണമെന്ന് തീരുമാനിക്കാത്ത കുട്ടിക്ക് +2 ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ തെറ്റിപ്പോവും. 12 ഗ്രൂപ്പാണ് കേരളത്തിലുള്ളത്. 12 ഗ്രൂപ്പ്. ബയോമാത്സ് വേണോ, മാത്സ് മാത്രം വേണോ, ബയോളജി മാത്രം വേണോ, ഇങ്ങനെ കൊമേഴ്സ് വേണോ, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി വേണോ, കൊമേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ വേണോ, ഇങ്ങനെ പല കോഴ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് ഗ്രൂപ്പ് എടുക്കുന്നത് കുട്ടിക്ക് തെറ്റിയാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ 2 കൊല്ലം പാഴായി. പിന്നെ +2 കഴിഞ്ഞ് പിന്നെ പോയി വഴിതിരിഞ്ഞ് കുട്ടിക്ക് വേണ്ട ഡയറക്ഷൻ തിരിഞ്ഞ് കയറി പോകണം. 12ാം ക്ലാസ് കഴിഞ്ഞ് ഏത് ഡിഗ്രിക്ക് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് വഴിതെറ്റിയാൽ 3 കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി. ഏത് കാലം? ജീവിതത്തിൻ്റെ ഏറ്റവും പ്രൈം കാലത്തെ 3 വർഷം അങ്ങ് പോയി. ഈ ഡിഗ്രി പഠിച്ച് 3 കൊല്ലം കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കറങ്ങി വന്ന് വേറൊരു ഡിഗ്രി എടുത്ത് പഠിക്കണം. അപ്പോൾ എന്തായിത്തീരണം എന്നുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് പറയുന്ന കുറേയേറെ പുസ്തകങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, ഉപരിപഠനം. 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടിക്ക് വഴിതിരിയാനുള്ള 200 മാർഗ്ഗങ്ങൾ. മലയാള മനോരമ പത്രം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, ഡയറക്ടറി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. മലയാള മനോരമയാണെങ്കിലും പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇംഗ്ലീഷിലാണ്. കാരണം മലയാളികളായ വിദേശത്തുള്ള പല കുട്ടികൾക്ക് മലയാളം അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പുസ്തകം പബ്ലിഷ് ചെയ്തു. മാധ്യമം പത്രം വിദ്യ എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു, വിദ്യ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 200 വഴി എങ്ങോട്ട് തിരിയും. ആ വിദ്യ എന്ന പുസ്തകത്തിന് അവസാനത്തെ ഒരു 15 പേജുണ്ട്. മിടുക്കനോ മിടുക്കിയായ ഒരു കുട്ടിക്ക് സ്വന്തം കഴിവുപയോഗിച്ച് ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്താൻ പറ്റിയ 180 പരീക്ഷകൾ ഏതൊക്കെയാണ്, ആ പരീക്ഷ എന്ന് വരും, അതിൻ്റെ സിലബസ് എന്താണ്, അവസാനത്തെ 15 പേജ്. ഇനി ഈ രംഗത്തുള്ള ഏറ്റവും ബെസ്റ്റ് പുസ്തകം രാഷ്ട്രദീപി പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്, ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. 1000 പേജുള്ള പുസ്തകമാണ്, 1000 പേജസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ച് നിങ്ങൾ വായിക്കണം. വായിച്ചാൽ ജീവിതത്തിൽ ഇതിലേത് വഴി പോകണം. ചില കോഴ്സ് പഠിച്ചാൽ ജോലി ഉറപ്പാണ്. വീട്ടിൽ അപ്പനും അമ്മയ്ക്കൊന്നും ജോലിയില്ല, ചേട്ടന്മാർക്ക് ജോലിയില്ല. അപ്പോൾ ജോലി ഉറപ്പ് കിട്ടണമെങ്കിൽ ഏത് പഠിക്കും? ലോകത്തിൽ പഠിച്ചാൽ ജോലി ആദ്യം ഉറപ്പുള്ള പരിപാടി ഫുഡ് ടെക്നോളജിയാണ്. ഫുഡ് ടെക്നോളജി പണ്ട് പഴങ്കഞ്ഞിയും ചമ്മന്തിയെ കൂട്ടി നമ്മുടെ അപ്പന്മാർ കഴിച്ചിട്ട് നടന്നിട്ടുണ്ട് ഈ രാജ്യത്ത്. ഇപ്പം അങ്ങനെയല്ല. ഡയബറ്റീസ് വരാതിരിക്കാനുള്ള ഫുഡ് ഏതാണ്, BP വരാതിരിക്കാനുള്ള ഫുഡ് ഏതാണ്, കൊളസ്ട്രോൾ കൂടാതിരിക്കാനുള്ള ഫുഡ് ഏതാണ്, മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള ഫുഡ് ഏതാണ്, ഭയങ്കര പരിപാടികളാണ്. ചായ ഇടുമ്പോൾ പോലും തുടങ്ങുകയാണ് പരിപാടി. അപ്പോൾ ഞാൻ എറണാകുളത്തൊരു പരിപാടി കഴിഞ്ഞു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി. 5 സ്റ്റാർ ഹോട്ടലിൽ പോയപ്പം അവരെന്നോട് ചോദിച്ചു, 200 രൂപയുടെ ചായ വേണോ 600 രൂപയുടെ ചായ വേണോ? ഞാൻ വിചാരിച്ച് 10 രൂപയുടെ ചായ കൂടുതൽ കുടിക്കാത്ത ഞാൻ വിചാരിച്ചിട്ട് ഈ 600 രൂപയുടെ ചായ എന്തുവാ. അപ്പോൾ അവർ പറഞ്ഞു, കുട്ടിത്തേവാക്കരെ കൊണ്ട് തീറ്റിച്ചിട്ട് അത് കാഷ്ടിച്ച് വരുന്ന കാപ്പിക്കുരുണ്ട്, അതിനകത്തുനിന്നുള്ള കാപ്പിക്ക് 600 രൂപയാണ്. ഞാൻ പറഞ്ഞ കാഷ്ടിക്കാത്ത കാപ്പി മതി എനിക്ക്, മൃഗം കാഷ്ടിച്ച കാപ്പി എനിക്ക് വേണ്ട. 200 രൂപയുടെ കാപ്പി വാങ്ങിച്ച് കഴിച്ചു. എന്തൊരു പരിപാടികളെന്നറിയോ. ഫുഡ് ടെക്നോളജി വിളിച്ച് ജോലി ഉറപ്പാണ്. ഫാഷൻ ടെക്നോളജി ജോലി ഉറപ്പാണ്. പണ്ട് നമ്മുടെ അപ്പന്മാരൊരു മുണ്ട് കൊടുത്തിട്ട് മേൽമുണ്ട് കൊടുത്തിട്ട് സുഖമായിട്ട് കേരളത്തിൽ നടത്തുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഷൂസ് എന്താണ്, പാൻസ് എന്താണ്, എങ്ങനെയാണ്, ഇവിടെ പൊങ്ങിയിരിക്കാനുള്ള ബ്ലൗസ് എങ്ങനെ ഉണ്ടാക്കും, തലയിൽ എന്ത് ധരിക്കും, ഭയങ്കര പരിപാടികൾ. 5 പീസ് സൂട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും. ഫാഷൻ ടെക്നോളജി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നാച്ചുറൽ ഗ്യാസ് ടെക്നോളജി ജോലി ഉറപ്പാണ്. നേഴ്സിംഗ് ജോലി ഉറപ്പാണ്. ജോലി അമേരിക്കയിലൊക്കെ 9 സംസ്ഥാനത്തിൽ വിസൈൻമെൻ്റ് ഒന്നും വേണ്ട. നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്താൽ അവർ വീഡിയോ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് തരും. $2 ലക്ഷം ശമ്പളം. മാസം 10 ലക്ഷം രൂപ ശമ്പളം കിട്ടും നേഴ്സിന്, BSc നേഴ്സിംഗ് ആണെങ്കിൽ. ഞാൻ 100 കണക്കിന് നേഴ്സുമാരെ ഇപ്പം അമേരിക്കയിൽ യൂറോപ്പിലോട്ടും വിട്ടു.
അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ ജോലി ഉറപ്പുള്ള കുറേ ഫീൽഡുണ്ട്. അത് വേണോ? ഇനി ഭയങ്കര ശമ്പളമുള്ള ജോലി വേണം. ഭയങ്കര ശമ്പളം. UN സിവിൽ സർവീസിൽ കയറുകയാണ്. മാസം 20 ലക്ഷത്തിന് തുടങ്ങും. ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശമ്പളം 1 കോടി രൂപ ഒരു മാസം ശമ്പളമായിരിക്കും. 1 കോടി, 1 crore പെർ മന്ത്. നാച്ചുറൽ ഗ്യാസ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ കടലിൽ റിഗിൽ പോയിരുന്ന നാച്ചുറൽ ഗ്യാസ് വലിച്ചെടുക്കുന്ന പരിപാടി ഭയങ്കര ശമ്പളമാണ്. 10 ലക്ഷം രൂപ ഒരു മാസം. 3 മാസം ജോലി ചെയ്താൽ 4-ാമത്തെ മാസം ശമ്പളത്തോടുകൂടി വീട്ടിൽ പോകാം. അതായത് 90 ദിവസം ജോലി നോക്കിയാൽ നമ്മുടെ ശമ്പളം 40 ലക്ഷം രൂപ. പറ്റുമോ നോക്കണം. എന്നെക്കൊണ്ട് പറ്റിയല്ല. എനിക്കൊരു ദിവസം 100 പേരെ കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു പെൺകുട്ടി കടലിൽ നടുക്ക് പോയി റിഗിലിരുന്ന് ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? കഴിവുള്ള പെമ്പിള്ളേരുണ്ട്. എല്ലാവർക്കും പറ്റിയല്ല. അപ്പോൾ കൂടുതൽ ശമ്പളമുള്ള ജോലി വേണോ? ജോലി ഉറപ്പുള്ള പഠനം വേണോ? അതോ വീട്ടിൽ നിന്ന് പോയി ഒന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വേണോ? ഇനി എങ്കും പോണ്ട, നമ്മുടെ ബെഡ്റൂമിലിരുന്നുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള പണിയാണോ പഠിക്കേണ്ടത്? ഇങ്ങനെ നമ്മൾ കൃത്യമായി എന്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കരിയറിന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രധാന പുസ്തകങ്ങളുടെ മുഖവും അതിൻ്റെ കണ്ടൻറ്റും കൂടെ ഞാൻ നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ എനിക്ക് ആ വാട്സപ്പ് അയക്കുന്ന നമ്പറിലോട്ട് അയച്ചു തരാം. നിങ്ങളതിലേതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് ഈ 200 എന്താണ് നിങ്ങൾക്ക് വേണ്ട കരിയർ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അപ്പനോടും അമ്മയോടും പറയണം, അമ്മേ എനിക്ക് 5 എണ്ണത്തിലൊരെണ്ണമാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീച്ചറുണ്ട്. ആ ടീച്ചറിനോട് പോയി പറയണം, ടീച്ചറെ എനിക്ക് ഈ ഒരു 5 എണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന് ടീച്ചറൊന്ന് പറയാമെന്ന് ചോദിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന 3 പേര് നിങ്ങളുടെ അമ്മയും അപ്പനും ടീച്ചറുമാണ്. വേറെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അവർ 3 ഡിസ്കസ് ചെയ്തിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ 5 എണ്ണത്തിനകത്ത് മോളെ ഈ 2 എണ്ണത്തിൽ ഏതായാലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അവരുടെ കൺസൾട്ടേഷനിൽ കൂടി നിങ്ങൾ തീരുമാനിക്കണം ഏതാണ് എൻ്റെ കരിയർ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഗ്രൂപ്പ് +2 എടുക്കണം. അതനുസരിച്ചുള്ള ഡിഗ്രിക്ക് നിങ്ങൾ +2 കഴിയുമ്പോൾ പഠിക്കാൻ പോകണം. എങ്കിൽ 21 വയസ്സാകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈശ്വരൻ നിശ്ചയിച്ച കരിയറിലേക്ക് ചെന്ന് ചേരും. അപ്പം കരിയർ സെലക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട 3-ാമത്തെ സ്റ്റെപ്പാണ് കരിയർ സെലക്ഷൻ. 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പഠിക്കാനിരിക്കുമ്പോൾ തലച്ചോറിനകത്ത് ശരിക്കും പഠിക്കാനും അത് ഓർത്തിരിക്കാനും വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിച്ച് ഉയരാൻ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ പഠിക്കുമ്പം കിഴക്കോട്ട് തിരിച്ചിരുന്നേ പഠിക്കാവും. തെക്കോട്ട് തിരിഞ്ഞ് പഠിക്കരുത്. നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു, പൂർവ്വദിശ ജ്ഞാനദിശ, ദക്ഷിണദിശ മൃത്യുദിശ. തെക്കിൻ്റെ ഡയറക്ഷൻ മരണം വരുന്ന ഡയറക്ഷനാണ്. കിഴക്കിൻ്റെ ഡയറക്ഷൻ ജ്ഞാനം, അറിവ് വരുന്ന ഡയറക്ഷനാണ്. ക്രിസ്ത്യാനികളുടെ പള്ളികളെല്ലാം കിഴക്കോട്ടാണ്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ടാണ്. രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്ന കിഴക്കോട്ടാണ്. കർത്താവ് യേശുവിശേഷം 2ാമത് വരുമ്പം കിഴക്ക് നിന്ന് വാനമേഘങ്ങളിൽ കർത്താവ് വരും. കിഴക്കിൻ്റെ ഡയറക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പഠിച്ചാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും പെർപെൻഡിക്കുലറാവും. തിയറി ഓഫ് ഗൈറേഷൻസ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടാവും. പിന്നെ പഠിക്കുമ്പോൾ കാല് തറയെ തൊടരുത്. കാലിലുള്ള സോഡിയം പൊട്ടാസ് അയോൺസിൻ്റെ തൊട്ടിൽ ഇലക്ട്രോൺ ഫ്ലൈ ചെയ്യുമ്പോഴാണ്. നമ്മുടെ കാല് തറയെ തൊട്ടാൽ ഇലക്ട്രോൺസ് ഭൂമി വലിച്ചെടുക്കും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുകയില്ല, പഠിത്തം ശരിയാവില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ജനലിൽ കൂടെ നോക്കിയാൽ ദൂരെ നല്ല സസ്യശ്യാമളമായൊരു പ്രകൃതി കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തം ഉഷാറായിട്ട് മാറും. നിങ്ങളുടെ പഠിക്കുന്ന മുറി ഏത് നിറത്തിലാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്? പച്ച നിറത്തിലോ നീല നിറത്തിലോ മഞ്ഞ നിറത്തിലോ പെയിൻറ്റ് ചെയ്ത് മുറി ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തം വളരെ ഭംഗിയായിട്ട് നടക്കും. ചുവപ്പ് നിറത്തിലോ വയലറ്റ് നിറത്തിലോ പെയിൻറ്റ് ചെയ്താൽ പഠനം ശരിയാവില്ല. വെള്ളപ്രകാശം പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ മഴവില്ലിൻ്റെ 7 നിറങ്ങളാവും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീനോ. ആ കളറിൽ നിങ്ങളുടെ പഠനമുറി പെയിൻറ്റ് ചെയ്താൽ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. വളരെ ഭംഗിയായിട്ട്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചില ആഹാര സാധനങ്ങൾ ഒഴിവാക്കിയിരിക്കണം. ഉദാഹരണത്തിന് ഇഞ്ചി, ജിഞ്ചർ, അത് നിന്നോട് പഠിക്കാനിരിക്കരുത്. അത് നിന്നോട് പരീക്ഷ എഴുതാൻ പോകരുത്. ജിഞ്ചറിനകത്ത് നമ്മുടെ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കോമ്പൗണ്ടുണ്ട്. അതാണ്
പണ്ട് മലയാളത്തിൽ പറയും ഇഞ്ചി തിന്ന കുരങ്ങ് ഇഞ്ചി തിന്ന് പോയെങ്കിൽ കുരങ്ങ് ചുറ്റുള്ളൊക്കെ അടിച്ച് താർക്കും. കുരങ്ങിൻ്റെ കുഴപ്പമല്ല, കുരങ്ങുന്ന ഇഞ്ചിയുടെ കുഴപ്പമാണ്. പണ്ട് നായർ പട്ടാളം യുദ്ധത്തിന് പോകുമ്പോൾ ഇഞ്ചിക്കറി കൂട്ടി ആഹാരം കൊടുക്കും. ഇഞ്ചിക്കറി അകത്തുനിന്ന പിന്നെ നായർ പട്ടാളത്തിന് ഭയങ്കര ഉശിര. ശത്രു പട്ടാളത്തിൽ കയറി ആടിച്ച് വെട്ടി. ചിലപ്പോൾ നായരങ്ങ എത്തൂ, എങ്കിലും അവനെ യുദ്ധം ചെയ്യിപ്പിക്കാൻ ബെസ്റ്റാണ്. അതുകൊണ്ട് ഈ പഠിക്കാനിരിക്കുമ്പോൾ ഇഞ്ചിക്കറിയും കൂട്ടിക്കൊണ്ടിരിക്കരുത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് അന്നും തലേദിവസവും ഒരു കാരണവശാലും ഇഞ്ചിക്കറിയോ ഇഞ്ചി തോരനോ ഇഞ്ചി മുട്ടായിയോ കഴിച്ചേക്കരുത്. ഭയങ്കര മുളകരച്ചുള്ള കറികൾ, പാണ്ടിമുളകും പിരിമുളകും കുരുമുളകും കാന്താരിമുളകൊക്കെ അരച്ച് ചേർത്തിട്ട് ഹൊഹോ എന്ന് പറഞ്ഞ് തിന്നുന്ന പരിപാടി ഉണ്ടല്ലോ. ആ മുളകിനകത്തൊരു ഫീനോപ്രോപ്പ് എന്നൊരു സാധനമുണ്ട്. ഇത് തലച്ചോറ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായി ഇൻ്റലക്ച്വൽ ഇറിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ പരീക്ഷ കയറി അരവടി കഴിയും പുല്ല് പരീക്ഷ ഞാൻ പോവുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി സ്ഥലം വിട്ട് കളയും. അതുകൊണ്ട് പരീക്ഷയുടെ അന്നും തലേ ദിവസവും സാധാരണ ദിവസം പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന സമയത്തും തൊട്ട് മുമ്പ് മുളകരച്ചുള്ള കറികൾ കഴിക്കരുത്. അത് പഠിത്തത്തിന് അത്ര ശരിയായ ഐറ്റം അല്ല. ഇനി കപ്പയും ടപ്യോക്കയും ഉരുളക്കിഴങ്ങും പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനിരിക്കുന്ന തൊട്ട് മുമ്പും പരീക്ഷയുടെ മുമ്പും കഴിച്ചു കളയരുത്. കാരണം അത് നമുക്ക് ഉറക്കം വരുത്തുകയും ഇൻ്റലക്ച്വൽ കോൺസെൻട്രേഷൻ ഒഴിവാക്കുകയും ചെയ്യും. ബ്രഹ്മാവ് ഇന്ത്യ സൃഷ്ടിച്ചപ്പോൾ ഈ രണ്ട് സാധനം ഇന്ത്യക്കാർക്ക് തന്നില്ല, മരിച്ചീനിയും ഉരുളക്കിഴങ്ങും. ഇത് ദൈവം കൊടുത്തത് അമേരിക്കൻ റെഡ് ഇന്ത്യക്കാരനാണ്. അവൻ ഈ മരിച്ചീനിയും ഈ ഉരുളക്കിഴങ്ങും തന്നെ അവരുടെ ബുദ്ധിയും പോയി സായിപ്പന്മാരോടെ ചെന്ന് അവനെയൊക്കെ തല്ലിക്കൊന്നവൻ രാജ്യവും പിടിച്ചെടുത്ത് നശിപ്പിച്ചവൻ. അതുകൊണ്ട് വയറൊഴിയാനൊക്കെ ബെസ്റ്റാണ്. പക്ഷേ പഠിക്കുന്ന കുട്ടി പഠിക്കാനിരിക്കുന്നതിന് മുമ്പും പരീക്ഷയ്ക്ക് മുമ്പും ഇത് കഴിക്കരുത്. സെക്കൻഡ് സാറിന് സൺഡേ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും നമ്മളെ വളരെ സഹായിക്കുന്നൊരു സാധനമുണ്ട്, ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റ് വായിലിട്ട് തുപ്പൽ അലിയിച്ച് കുടിച്ചുകൊണ്ടിരുന്ന് പഠിക്കണം. തുപ്പലിനകത്ത് ടൈലിൽ നിന്നൊരു എൻസൈമുണ്ട്. അത് കയറി ഈ ചോക്ലേറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ ഫീനൈൽ ഈത്തൈൽ അമീൻ എന്നൊരു സാധനം റിലീസാവും. C6H5 C2H5 NH2. അത് തലച്ചോറിന് ബുദ്ധിവികാസം ഉണ്ടാക്കുകയും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ നല്ല സഹായമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു 6 ചോക്ലേറ്റ് കൊണ്ടുപോകണം. 9:00 പരീക്ഷ തുടങ്ങുന്നെങ്കിൽ 9 മണിക്ക് ആദ്യത്തെ ചോക്ലേറ്റ് വായിലിട്ട് തുപ്പലലിച്ചാൻ കുടിക്കണം. 9:30 2, 10 മണിക്ക് 3, 10:30 4, ഇങ്ങനെ അരമണിക്കൂർ കൊണ്ട് ചോക്ലേറ്റ് വായിലിട്ട് അലിയിച്ചുകൊണ്ടിരുന്ന് പരീക്ഷ എഴുതിയാൽ മിക്കവാറും A+ ഉറപ്പാണ്. വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ A+ ഉറപ്പാണ്. പഠിച്ചെല്ലാം ഓർമ്മ വരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ പരിപാടി. പിന്നെ കട്ടിയുള്ള വിഷയം പഠിക്കാനിരിക്കുക, മാത്സ് ഫിസിക്സ് ഒക്കെ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് വെറുതെ വായിലിട്ട് തുപ്പലലിച്ച് കുടിച്ചുകൊണ്ടിരുന്ന് പഠിച്ചാൽ പഠിക്കുന്ന കട്ടിയുള്ള വിഷയം മനസ്സിലാവും. പക്ഷേ ചോക്ലേറ്റിനൊരു കുഴപ്പമുണ്ട്. ചോക്ലേറ്റിനകത്ത് ഡോപ്പാമിനും ഓക്സിറ്റോസിനും ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ആൺകുട്ടികളിത് വായിലിട്ടിട്ട് അലിയിച്ചുകൊണ്ട് പെൺകുട്ടിയെ നോക്കിയാൽ അപ്പം പ്രേമം ഉറപ്പാണ്. പെൺപിള്ളേരത് വായിലിട്ടിട്ട് ആൺകുട്ടിയെ നോക്കിപ്പോയെങ്കിൽ പ്രേമം ഉറപ്പാണ്. അങ്ങനെ കുഴപ്പമുണ്ട്. ലവ് ഹോർമോൺ എന്ന് പറയും. അത് മാത്രം അവോയ്ഡ് ചെയ്തേക്കണം. പരീക്ഷ കയറുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് കയറിയാൽ പരീക്ഷയ്ക്ക് അത് വളരെ നല്ലതാണ്. ദിവസവും രാവിലെ തൊട്ട് ഐസ്ക്രീം കഴിച്ചാൽ ദോഷമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ കട്ടിയുള്ള വിഷയം പഠിക്കുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം, നോർമൽ ടെമ്പറേച്ചർ ഐസ്ക്രീം കഴിച്ചാൽ തലച്ചോറിന് ബുദ്ധിക്ക് വളരെ ഹെൽപ്ഫുള്ളായ ഒരു സാധനമാണ്. പക്ഷേ കട്ടിയുള്ള വിഷയം പഠിക്കാനിരിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും നല്ല തണുത്ത വെള്ളം കൊണ്ടുപോകണം. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടിക്കഴിഞ്ഞാൽ പച്ചവെള്ളത്തിനകത്ത് ഹൈഡ്രോണിയം എന്നൊരു അയോൺ ഉണ്ടാകും, H3O. അത് തലച്ചോറിന് തീരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷേ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴ്ന്നു കഴിഞ്ഞാൽ പ്യുവർ H2 വരും. പ്യുവർ വാട്ടർ മധുരമുള്ള ഒരു ലിക്വിഡാണ്. നമ്മൾ ഈ സാധാരണ ടെമ്പറേച്ചർ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ കവറപ്പ് വരുന്നതിൻ്റെ അർത്ഥം ഈ H3O കൂടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ പരീക്ഷ കയറുന്നതിന് മുമ്പും നല്ല വിഷയം പഠിക്കുന്നതിന് മുമ്പും നല്ല തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് ഇരുന്ന് പഠിച്ചാൽ പഠിക്കുന്ന വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. പരീക്ഷ വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ പരീക്ഷ എഴുതുന്ന തലേദിവസം സ്കൂളിൽ പോയി നോക്കണം, കോളേജിൽ പോയി നോക്കണം. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ മുഖം കിഴക്കോട്ടാണോ നോക്കണം. കിഴക്കോട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു 5% മാർക്ക് കൊണ്ട് കിട്ടും. ഇല്ലെങ്കിൽ പോയി പ്രിൻസിപ്പളിനോട് പറയണം, സാറേ ഞങ്ങളുടെ പരീക്ഷാ ഹോളിൽ ഞങ്ങളുടെ മുഖം ഒന്ന് കിഴക്കോട്ടാക്കി തരണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പറയണം, DGP അലക്സാണ്ടർ സാറെ പറഞ്ഞാണ്, സാറിന് സംശയമുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. സാറിനോട് സന്തോഷ കാര്യം, സ്കൂളിൻ്റെ റിസൾട്ട് കൂടിയാൽ സാറിനാണ് ക്രെഡിറ്റ്. അതുകൊണ്ട് സാറ് അപ്പം തന്നെ കിഴക്കോട്ട് തിരിച്ചു തരും. മുഖം കിഴക്കോട്ട് തിരിഞ്ഞ് പരീക്ഷ എഴുതിയാൽ ആ പരീക്ഷ വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോഴും പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം.
ഇനി ചില കുട്ടികൾക്ക് പഠിച്ചു സമയത്ത് പരീക്ഷ ഓർമ്മ വരുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആർട്ടിഫിഷ്യലി ഒരു സഹായം എടുക്കുന്നത് നല്ലതാണ്. ഹിമാലയ സാനുക്കളിൽ സന്യാസിമാർ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമുണ്ട്. ബ്രഹ്മി എന്നൊരു ചെടിയുടെ വേരും അതിൻ്റെ ഇലയൊക്കെയാണ്. ഇപ്പോഴേ ഈ ബ്രഹ്മി ആയുർവേദ മരുന്നുകടെ വാങ്ങിക്കാൻ കിട്ടും. ബ്രഹ്മി അത് ഒരു ഗുളിക കഴിച്ചുകൊണ്ട് പരീക്ഷ കയറിയാൽ തകർപ്പൻ പരീക്ഷയാണ്. ഉഗ്രനായിട്ട് പഠിച്ചൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ കല്ലുവാതുക്കൽ ക്ഷേത്രമുണ്ട്, കൊല്ലത്തിനൊക്കെയുള്ള കല്ലുവാതുക്കൽ ക്ഷേത്രം. അവിടെ ഒരു കുഴമ്പുണ്ട്. ആ കുഴമ്പ് ദൈവയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് കയറിയ പരീക്ഷയ്ക്ക് നല്ല പെർഫോമൻസാണെന്ന് കേട്ട്. ഞാൻ കല്ലുവാതുക്കൽ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഈ കുഴമ്പ് 2 വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ കോമ്പണൻറ്റ് ബ്രഹ്മിയാണ്, അതുകൊണ്ടാണത് കഴിക്കുമ്പോൾ ഈ ഓർമ്മശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടാമത്തേത് വിദ്യയുടെ ദേവത സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി പേരിലൊരു അരിഷ്ടമുണ്ട്, സാരസ്വതാരിഷ്ടം. അതൊരു 4 ഔൺസ് കുടിച്ചാലുണ്ടല്ലോ പിന്നെ തലച്ചോറ് കുതിരയെ പോലെയാണ്, ഭയങ്കര പെർഫോമൻസാണ്. ഞാൻ 163 പരീക്ഷ പാസ്സായിട്ടുണ്ട്, 4-5 റാങ്കാണ്. എനിക്ക് ഈ പരീക്ഷ എഴുതുന്ന ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു രസമാണ്. ഞാൻ പോയി ചുമ്മാ പരീക്ഷ എഴുതും. 2 ആഴ്ച റിസൾട്ടൊക്കെ വരും, ഞാൻ റിസൾട്ടൊന്നും നോക്കാറില്ല. അപ്പോൾ ഞാനേത് പരീക്ഷ കയറുന്നതിന് മുമ്പും ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിക്കും, ഒരു 1/2 ഔൺസ് സാരസാഷ്ടം കഴിക്കും, പിന്നെ ഒരു 6 ചോക്ലേറ്റും കൊണ്ട് അകത്ത് കയറും. അരമണിക്കൂർ കൂടുമ്പോൾ ചോക്ലേറ്റൊക്കെ പരീക്ഷ. പിന്നെ കുതിര പോകുന്ന പോലെയാണ്, ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ഈ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. അത് 4ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി 5ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധാർഹമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പഠിക്കുമ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഗുരുമുഖത്തു നിന്ന് കേട്ട് മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. കോളേജിൽ കയറിയപ്പോൾ ഞങ്ങൾ ലൈബ്രറിയിൽ പോയി വായിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈശ്വരൻ ഒരു അത്ഭുത സാധനം കൈ തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടർ. അപ്പോൾ ക്ലാസ്സിൽ സാറന്മാർ പറഞ്ഞു, പഠിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ല, സാറിനോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, വീട്ടിൽ വരണം. വീട്ടിൽ വന്നിട്ട് കമ്പ്യൂട്ടർ കയറിയിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അതിൻ്റെ കൺട്രി വൈഡ് ക്ലാസ് റൂം എന്നൊരു പ്രോഗ്രാമാണ്. അതിനകത്ത് കയറിയ വിഷയം അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഫസർ ആ ക്ലാസ് 1 മണിക്കൂർ തകർക്കും. ഭംഗിയായിട്ട് മനസ്സിലാവും. ഇനി അവിടെ മനസ്സിലായില്ലയോ, EMRC ഹൈദരാബാദ്, ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് സെൻ്റർ ഹൈദരാബാദാണ്, അതിൻ്റെ സൈറ്റിൽ കയറണം. എന്നിട്ട് ഈ വിഷയം അടിച്ചു കൊടുക്കണം. വേറൊരു പ്രൊഫസർ ഗംഭീരമായിട്ട് ആ ക്ലാസ് അങ്ങോട്ട് എടുക്കും. ഇനി അതുമല്ലയോ, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ 2 ചാനലുണ്ട്, വിക്ടർ ചാനൽ 1, വിക്ടർ ചാനൽ 2. വിക്ടർ ചാനൽ 1 മലയാളമാണ്, വിക്ടർ ചാനൽ 2 ഇംഗ്ലീഷാണ്. അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ വിഷയത്തെപ്പറ്റി നല്ലൊരു ലെക്ചറൊക്കെ എൻ്റെ 30 ക്ലാസ് ഇടപെടാനാണ്. ഭംഗിയായിട്ട് മനസ്സിലാവും. ഇനി 6ാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജീവിതം പ്ലാൻ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. പ്ലാൻ ചെയ്യാതെ നിങ്ങൾ രക്ഷപ്പെടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്ത് പോവുക? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എലിസബത്ത് ടീച്ചർ, സ്മാർട്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നു. ഒരു 200 രൂപ നോട്ട്ബുക്ക് കൊണ്ടുവന്നു. ഓരോ ഷീറ്റ് കീഴ് ഞങ്ങൾക്ക് തന്നു. നിങ്ങൾ ഓരോരുത്തരും പേരെഴുതണം, ജീവിതത്തിൽ എന്തായിത്തീരണമെന്ന് അതിൽ എഴുതാൻ പറഞ്ഞു. 50 കുട്ടികളുടെ ക്ലാസ്, 46 പേരും 2 വാക്ക് അറിയാം, ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. ഞങ്ങൾ 4 പേര് മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുത്തു. ഒരുത്തൻ എഴുതി കൊടുത്തു സബ് ഇൻസ്പെക്ടർ, വേറൊരുത്തൻ എഴുതി കൊടുത്തു പൈലറ്റ്. ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു MA, PhD, IAS. ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കി. പിന്നെയും നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് തുറച്ചു. ഒന്നും മിണ്ടിയല്ല ടീച്ചർ. ക്ലാസ് കഴിഞ്ഞാൽ മോർണിംഗ് വരാൻ പറഞ്ഞു. എന്നെ പിടിച്ച് വരാന്തയിൽ ഇറങ്ങി നേരെ സ്റ്റാഫ് റൂമിന് മുമ്പിൽ ചെന്നു. എന്നോട് ചോദിച്ചു, എന്നെ കളിയാക്കാനാണോ മോനിത് എഴുതിയ? ഞാൻ പറഞ്ഞു, പൊന്നു ടീച്ചറെ കളിയായിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ടീച്ചർ എഴുതാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. ടീച്ചർ 2 കൈ എൻ്റെ തലയെ വെച്ച് ഒരൊറ്റ അനുഗ്രഹം. സർവശക്തനായ ഈശ്വരൻ മോനി ലക്ഷ്യം വെച്ചതൊക്കെ മോന് ലഭിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഒറ്റ അനുഗ്രഹമാണ്. ടീച്ചറിൻ്റെ അനുഗ്രഹം ഫലിച്ചു. ഞാനൊന്ന് 1 MA എഴുതി കൊടുത്തുള്ളൂ, 4 MA എടുത്തു. 1 PhD എഴുതി കൊടുത്തുള്ളൂ, 2 PhD എടുത്തു. 1 തവണ IAS പരീക്ഷ പാസ്സാവാൻ തീരുമാനിച്ചുള്ളൂ, 2 തവണ IAS പരീക്ഷ പാസ്സായി. അപ്പോൾ നിങ്ങൾ ഈ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് 13 വയസ്സായി. ജീവിതത്തിൽ ഉയരാനുള്ള മത്സരപരീക്ഷ എഴുതാൻ 32 വയസ്സ് വരെയുമേ നമുക്ക് അവസരമുള്ളൂ.
32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷ വലിയ വലിയ പരീക്ഷ ഒന്നും എഴുതാൻ ഒക്കെയില്ല. UN സിവിൽ സർവീസോ ഇന്ത്യൻ സിവിൽ സർവീസോ റിസർവ് ബാങ്ക് ഓഫീസർസ് ഒന്നും എഴുതാൻ ഒക്കെയില്ല. അപ്പോൾ ആ കുട്ടിക്കറിയാം, ഇപ്പം എനിക്ക് 13 വയസ്സായി, ഇനി എനിക്ക് 19 വർഷം പരീക്ഷ എഴുതാൻ കിട്ടും. അതായത് 2043 വരെ എനിക്ക് മത്സര പരീക്ഷ എഴുതാം. ഒരു കുട്ടി 10ാം ക്ലാസ്സിലാണ്. കുട്ടിക്കറിയാം കുട്ടിക്ക് 15 വയസ്സായി. ഇനി ആ കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതാൻ 17 വർഷം. ഇപ്പോൾ 2041 വരെ പരീക്ഷ എഴുതാം. ഈ പരീക്ഷ കൃത്യമായി ചാർട്ട് ചെയ്തിരിക്കണം. 8ാം ക്ലാസ്സിലെ കുട്ടിക്കറിയാം 2024 ഞാൻ 8ാം ക്ലാസ് പാസ്സാവും, 2026 ഞാൻ 10ാം ക്ലാസ് പാസ്സാവും, 2028 ഞാൻ +2 പാസ്സാവും, 2031 ഞാൻ ഡിഗ്രി എടുക്കും, എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ആണെങ്കിൽ 2032 എടുക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ MSc ഞാൻ 2035 എടുക്കാം, 2037 MPhil എടുക്കും, 2039 ഞാൻ PhD എടുക്കാം. ഇനി കുട്ടിക്ക് IAS പരീക്ഷ എഴുതണം. ഇപ്പം എനിക്ക് 13 വയസ്സായി, ഞാൻ 24 വയസ്സ് IAS എഴുതും. കുട്ടി കൃത്യമായിട്ട് അറിയാം, കുട്ടി 2035 IAS പരീക്ഷ എഴുതും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എഴുതാനുള്ള പരീക്ഷകൾ നല്ല കംപ്ലീറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നിട്ട് ഏത് പരീക്ഷ എടുത്താലും അതിൻ്റെ സിലബസ് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും, അതിൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അതിൻ്റെ മോഡൽ ആൻസേഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും, സജസ്റ്റഡ് റീഡിങ് കിട്ടും, കമ്പൽസറി റീഡിങ് കിട്ടും, അതിൻ്റെ സമ്മറി കിട്ടും. എല്ലാം 5 മിനിറ്റ് കൊണ്ട് ടക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ജോലി ഈ കുന്നങ്ങളെല്ലാം. എന്നിട്ട് ഓരോ പരീക്ഷയ്ക്കും അടിച്ച് പറത്തി പഠിക്കണം. അടിച്ച് പറത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. നിങ്ങളെ ഈ ഹാളിൻ്റെ താഴെ വെച്ച് നിങ്ങളൊരു തീരുമാനം എടുത്താണ്ടല്ലോ, ജീവിതത്തിൽ ദൈവം തമ്പുരാനല്ലാതെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് പഠിച്ചാണ്ടല്ലോ, ആ കസരയിൽ നമ്മൾ എത്തിയിരിക്കും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പ്ലാനിങ് ചെയ്തിരിക്കണം. ഇനി 7ാമത്തേത് ഡെയിലി പ്ലാനിങ് ആണ്. ജീവിതത്തിൽ വിജയം വരിക്കുന്നവർ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നവരാണ്. അല്ലാതെ കട്ടിലെ കയറി ബെഡ്ഷീറ്റ് എടുത്തങ്ങോട്ട് പുതച്ച് മലയാള അക്ഷരമാലയിൽ ഇട്ടാ പോലെ ഇണ്ടാ പോലെയൊക്കെ ഉരുണ്ട് കിടന്ന് ഉറങ്ങിയാലുണ്ടല്ലോ, ഒന്നും ആവില്ല. രാവിലെ തലേം ചൊല്ലുന്ന എന്തുവാ ചെയ്യുക, അങ്ങനെയല്ല പരിപാടി. ദൈവം തമ്പുരാൻ നമുക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ട്. ഈശ്വരൻ ബാക്കി എല്ലാത്തിനും പക്ഷാഭേദം കാണിച്ചിട്ടുണ്ട്. ചിലരെ വലിയ കോടീശ്വരന്മാരുടെ മക്കളാക്കി, ചിലരെ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാക്കി, വേറെ ചില പെൺകുട്ടികൾക്ക് ഭയങ്കര സൗന്ദര്യം, ഇങ്ങനെയൊക്കെ ദൈവം കാണിച്ചിട്ടുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഒരു പക്ഷപാതം കാണിച്ചിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ 24 മണിക്കൂർ, അമേരിക്കൻ പ്രസിഡന്റ് 24 മണിക്കൂർ, നിങ്ങൾക്കും എനിക്ക് 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനെ ഈശ്വരൻ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നതാണ്. 8 മണിക്കൂർ അധ്വാനം, 8 മണിക്കൂർ ഉല്ലാസം, 8 മണിക്കൂർ ഉറക്കം. ഇങ്ങനെയാണ് ദൈവം ഫിക്സ് ചെയ്തത്. ഇതിനെ നമ്മൾ വിജയത്തിലെത്തുന്നത് വരെ വേർതിരിക്കണം. 8 മണിക്കൂർ ഉറക്കം 5 മണിക്കൂറാക്കി കുറയ്ക്കണം. രാത്രി 11 മണിക്ക് കിടക്കണം, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. ഭാരതത്തിലെ ഋഷിവര്യന്മാർ അവരുടെ വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചാൽ എന്ത് സംഭവിക്കും? ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്, തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് 6 മണി വരെയാണ്. ആ 4 മണി തൊട്ട് 6 മണി വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ലോകത്തിൽ വലിയ വലിയ പരീക്ഷകൾ പാസ്സാവാനായിട്ട് കഴിയുക. ഇപ്പം നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു തന്നെയാണ് സായിപ്പം പറയുന്നത്, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അപ്പോൾ 11 മണിക്ക് കിടക്കണം, രാവിലെ 4 മണിക്ക് ഉണരണം, 5 മണിക്കൂർ ഉറക്കാം. ഉല്ലാസം 8 മണിക്കൂറാണ് ദൈവം തന്നത്. ഒരു 3 മണിക്കൂർ ഉല്ലാസം ചിലവഴിക്കുക, 5 മണിക്കൂർ ലാഭിക്കുക. IAS കിട്ടിയിട്ട് 10 മണിക്കൂർ റിക്രിയേഷൻ കളിക്കൂ, കുഞ്ഞുങ്ങളെ ഉല്ലസിക്കൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ പരീക്ഷ നമ്മൾ പാസ്സായി ലക്ഷ്യത്തിലെത്തുന്നവരെ ഉല്ലാസം 3 മണിക്കൂർ മതി. അപ്പം നമുക്ക് 16 മണിക്കൂർ കിട്ടി. അതിൽ 8 മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് വേഷമൊക്കെ മാറി സ്കൂളിൽ പോയി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഫുട്ബോളും കളിച്ച് ഹോംവർക്കും ചെയ്ത് ട്യൂഷൻ ഉണ്ട്, അതും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ബാക്കി 8 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഉല്ലാസത്തിൽ നിന്ന് കുറച്ച് കിട്ടിയ 5 മണിക്കൂറും ഉറക്കം കുറച്ച് കിട്ടിയ 3 മണിക്കൂറും. ആ 8 മണിക്കൂർ
നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതാണ് ജീവിതത്തിൽ നിങ്ങൾ എന്തായിത്തീരണമെന്ന് തീരുമാനിക്കുന്ന സംഭവം. ആ മണിക്കൂർ എന്നെപ്പോലൊന്നും 18 മണിക്കൂറൊന്നും വായിച്ച് കളഞ്ഞളയരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കളയാതെ തന്നെ വായിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വളരെ ശ്രദ്ധാർഹമായി നിങ്ങളത് പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. മാറ്റർ സ്റ്റോർ ചെയ്ത് പഠിക്കണം. ഇത് വളരെ വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. ഡെയിലി പ്ലാനിങ്. ഞാൻ ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് നിർബന്ധമായി വായിക്കുന്ന ആളായിരുന്നു. ഒരാണ്ടിൽ 365 പുസ്തകം വായിച്ചു തീർന്നു. ഇപ്പോൾ ജനുവരി 1-ാം തീയതി 2-ാം തീയതി ഞാൻ ആ ആണ്ടിൽ വായിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരി 1-ന് പുസ്തകം ഇന്നത്, ജനുവരി 2-ന് പുസ്തകം ഇന്നത്, ജനുവരി 3-ന് പുസ്തകം ഇന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ആ പുസ്തകം തീർന്നില്ലെങ്കിൽ ബാക്കിയുള്ളതും അടുത്ത ദിവസം പുസ്തകം കൊണ്ട് അടുത്ത ദിവസം വായിക്കും. മൺഡേ ടു ഫ്രൈഡേ 5 പുസ്തകം തീർന്നില്ലെങ്കിൽ ഞാൻ സെക്കൻഡ് സാറ്റർഡേ സൺഡേയും ആ കുടിശ്ശികയുള്ള തീർക്കും. അങ്ങനെ വായിച്ചിരുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് റീഡിങ് വന്നതോടുകൂടി ഒരു ദിവസം 15-20 പുസ്തകം വായിക്കുന്നത്. 15-20 പുസ്തകം ഒന്നുകിൽ സമ്മറി അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വായിക്കും. അപൂർവം ചില പുസ്തകം മാത്രമേ ഉള്ളൂ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും ഓരോ മാസവും ഓരോ ആഴ്ചയും ഓരോ ദിവസവും പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. 8ാമതായി നിങ്ങൾ പഠിക്കേണ്ടത് ടുമോറോസ് ജോബ്സ് എന്തൊക്കെയാണ്. നാളെ ഏതൊക്കെ ജോലി ഉണ്ടാവാൻ പോകുന്നു. 2024 ഇപ്പോൾ ഭൂമിയിൽ അവൈലബിളായ ജോലിയുടെ 35% ജോലികളും 2010 ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ച് ജോലി കയറാൻ പോകുന്നത് 2035-40 കാലഘട്ടത്തിൽ അന്നുണ്ടാവാൻ പോകുന്ന ജോലിയുടെ 65% ഇപ്പോൾ ഈ ഭൂമിയിലില്ല. മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല ജോലി. അപ്പോൾ എന്തൊക്കെയാണ് നാളത്തെ ജോലികൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ പ്ലാൻ കരിയർ ഗൈഡൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് ഏത് കോഴ്സ് പഠിച്ചാൽ നാളെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തുറന്നുള്ള ജോലി എന്തൊക്കെയാണ്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചങ്ങാതിക്കൂട്ടത്തിൽ അയച്ചു കൊടുത്തേക്കാം. ടുമോറോസ് ജോബ്സ്, നാളത്തെ ജോലികൾ എന്തൊക്കെയാണ്. അതെടുത്തിട്ട് അതിലൊരു ജോലി നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. തുറന്നു വരുന്ന ജോലികൾ. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോലി തപ്പുന്നത് എങ്ങനെയാണ്. ഞങ്ങളൊക്കെ PSCക്ക് ആപ്ലിക്കേഷൻ അയച്ച് 6 മാസം കഴിഞ്ഞ് റിട്ടേൺ എക്സാമിനേഷൻ, പിന്നൊരു 6 മാസം കഴിഞ്ഞ് ഇൻ്റർവ്യൂ, പിന്നൊരു 4 മാസം കഴിഞ്ഞ് റിസൾട്ട് വരും. ഇങ്ങനെ ഞങ്ങളൊക്കെ ജോലി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എങ്ങും പോണ്ട. നമ്മുടെ ബെഡ്റൂമിനകത്തോട്ട് ഇരുന്നിട്ട് നമ്മളൊരു കരിക്കുലം വിത്ത ഉണ്ടാക്കണം. പണ്ട് ഞങ്ങളുണ്ടാക്കിയിരുന്ന ബയോഡേറ്റ അതൊരു പേജേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. കരിക്കുലം വിത്ത് CV ഒരു 5 പേജുള്ള സാധനം. അത് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നെറ്റിൽ കയറി ജോലി സെർച്ച് ചെയ്യണം. അപ്പോൾ ഹൗ ടു സെർച്ച് ഫോർ എ ജോബ് ഓൺലൈൻ കൃത്യമായിട്ട് തരിക. 9 നെറ്റുകളാണ് ഏറ്റവും കൂടുതൽ ജോലി തരുന്ന നെറ്റുകൾ. അപ്പോൾ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്കൊരു കോൾ വരും. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്നൊരു കോൾ വരും. ആ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അവിടെയാണ് ടെലിഫോണിക് ഇൻ്റർവ്യൂ. ടെലിഫോണിൽ കൂടെ നിങ്ങളോട് 4-5 ചോദ്യങ്ങൾ ചോദിക്കും. അതവർക്ക് ഇഷ്ടപ്പെട്ടാൽ കം ടു ദ കമ്പ്യൂട്ടർ എന്ന് പറയും. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ചെല്ലും. അവർ കമ്പ്യൂട്ടർ കൂടെ ചോദ്യം ചോദിക്കും. നമ്മൾ കമ്പ്യൂട്ടർ മറുപടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ശരിക്കറിയാമോ, സ്പെല്ലിങ് തെറ്റുന്നുണ്ടോ, ഗ്രാമർ തെറ്റുന്നുണ്ടോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻ്റർവ്യൂ. അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ പറയും കം ടു ദ വീഡിയോ കോൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യണം. വീഡിയോ കോൾ ചെയ്യുമ്പം നമുക്ക് ആ ബോർഡിനെ കാണാം, 5 പേരെ കാണാം. നമ്മളെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിരിക്കണം. അല്ലാതെ ഒരു കില്ലപ്പട്ടിയെ കൊണ്ട് സൈഡിലോട്ടിട്ട് സായിപ്പോഴും ചോദിക്കുമ്പോൾ പട്ടി കോ കോ കോന്ന് 2 കൊര. സായിപ്പിന് മനസ്സിലാവും ഒരു രക്ഷയില്ലെന്ന്. മുറിയൊക്കെ അടച്ചിട്ടിരിക്കണം. ഇല്ലെങ്കിൽ അമ്മ അടുക്കളയിൽ നിന്ന് എന്തു അടി പണ്ടേ നീ അവിടെ ചുമ്മാ കുത്തിയിരുന്നു, എന്തോ ഇവിടെ ആരോടാ ഈ ചാറ്റിങ്. സായിപ്പ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനൊന്നും പറ്റരുത്. മുറിയൊക്കെ പൂട്ടി. പിന്നെ അനിയന്മാരും എല്ലാം കരിക്കട്ട എടുത്തിട്ട് ഭിത്തിയെ മുഴുവൻ വരച്ച് വെച്ചിരിക്കുന്ന മുമ്പ് കയറി ഇരുന്നാളായിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിരിക്കണം വീഡിയോ ഇൻ്റർവ്യൂ. അതുകൊണ്ട് പാസ്സായി കഴിഞ്ഞാൽ അവിടുന്ന് പറയും യു ആർ അപ്പോയിൻറ്റഡ്, യുവർ സാലറി സോ ആൻഡ് സോ, യുവർ വിസ ആൻഡ് യുവർ പ്ലെയിൻ ടിക്കറ്റ് വിൽ റീച്ച് യു വിതിൻ 10 days. 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ, വിസ, നമ്മുടെ പ്ലെയിൻ ടിക്കറ്റ് എല്ലാം നമ്മുടെ പോസ്റ്റിൽ നേരെ നമ്മുടെ വീട്ടിലെത്തും. ഇതാണ് ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിന് അയച്ചു തരാം. ഞാൻ ചങ്ങാതിക്കൂട്ടത്തിന് അയച്ചു കൊടുത്തേക്കാം. ഹൗ ടു സെർച്ച് എ ജോബ് ഓൺലൈൻ.
അതിൽ തന്നെ ഞാനൊരു പ്രത്യേക സൈറ്റ് അയച്ചു തരാം. ഒരൊറ്റ നെറ്റിനകത്തോട് കയറിയാൽ 3 ലക്ഷം ജോലി ഒറ്റയടിക്ക് തുറന്നു തരും. 3 ലക്ഷം ജോലി. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കയറി നമ്മുടെ റിക്വയർമെൻറ്റിനകത്ത് ചെന്ന് കയറിക്കോണം. അവിടെയാണ് അതിൻ്റെ സെലക്ഷൻ. അപ്പോൾ ഹൗ ടു സെർച്ച് എ ജോബ് ഓൺലൈൻ അത് പഠിക്കണം 8ാമതായിട്ട്. 9ാമതായിട്ട് പഠിക്കേണ്ടത് ഹൗ ടു അറ്റൻഡ് എ ബ്ലോ അപ്പ് ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞ പോലെ ടെലിഫോണിക് ഇൻ്റർവ്യൂ എങ്ങനെ ചെയ്യുക, കമ്പ്യൂട്ടർ ഇൻ്റർവ്യൂ എങ്ങനെ ചെയ്യുക, എങ്ങനെയാണൊരു വീഡിയോ കോൾ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി തപ്പി ഒരുത്തിൻ്റെ അവിടെ തണ്ടാൻ പോണ്ട. നിങ്ങളുടെ ബെഡ്റൂമിനകത്തിരുന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി അടിച്ച് പറത്തിപ്പോയി പഠിച്ചിട്ട് തിരിച്ചു വരണം. 10ാമത്, ഞങ്ങളൊക്കെ വീടിനടുത്ത സ്കൂളിൽ പോയി പഠിച്ചു, വീടിനടുത്ത കോളേജിൽ പോയി പഠിച്ചു. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉലകമേ തറവാടാണ്. ഡിഗ്രി എടുക്കാൻ ഒരു കോളേജിലും പോണ്ട. നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നുകൊണ്ട് ഡിഗ്രി എടുക്കാം. 490 ഡിഗ്രി പഠിക്കാൻ എങ്ങും പോണ്ട. നമ്മുടെ ബെഡ്റൂമിലിരുന്ന് ഡിഗ്രി എടുക്കാം. മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 13 യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കാൻ വിദേശ ഡിഗ്രിക്ക് നമ്മുടെ ബെഡ്റൂമിലിരുന്നാൽ മതി. എൻ്റെ ഒരു ഡിഗ്രി വിദേശ ഡിഗ്രിയാണ്. ഞാൻ ബെഡ്റൂമിലിരുന്നെടുത്താണ്. എനിക്ക് 8 ഡിഗ്രി ഉണ്ട്. അതിലൊരു ഡിഗ്രിക്ക് ഞാൻ പഠിക്കാൻ കോളേജിൽ പോയിട്ടുള്ളൂ, BSc കെമിസ്ട്രി. ബാക്കി 7 ഡിഗ്രിയും ഞാൻ എൻ്റെ ബെഡ്റൂമിലിരുന്ന് പരീക്ഷ എഴുതി എടുത്തിട്ടുള്ളതാണ്. ബെഡ്റൂമിലിരുന്ന് പഠിക്കുക, പരീക്ഷ എഴുതുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ 490 ജോലി എവിടെയാണ്? 490 ഡിഗ്രി എവിടെയാണ്? എങ്ങനെയാണ് അങ്ങനെ ഡിഗ്രി എടുക്കുക? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള പേപ്പർ ഞാൻ ചങ്ങാതിക്കൂട്ടം അയച്ചു തരാം. നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ അതെടുത്തോളുക. പിന്നെ വിദേശത്ത് പോയി പഠിക്കാം. ഞാനിപ്പോൾ സാന്റാ മോണിക്കയുടെ അഡ്വൈസറാണ്. സാന്റാ മോണിക്ക 48 രാജ്യങ്ങളിലായി 700 യൂണിവേഴ്സിറ്റിയുമായിട്ട് ലിങ്ക്ഡാണ്. 700 യൂണിവേഴ്സിറ്റിയായിട്ട്. കഴിഞ്ഞ ജൂലൈ 29 എറണാകുളത്ത് വെച്ച് ഞങ്ങളൊരു പരിപാടി നടത്തി. 7200 കുട്ടികൾ കേരളത്തിൽ നിന്ന് കാനഡയ്ക്ക് പോവുകയാണ് ഒരു ദിവസം. ജൂലൈ 29 മാത്രം. ഈ 7200 സ്റ്റുഡൻസ് ഇൻ 1 ഡേ. കഴിഞ്ഞ കൊല്ലം സാന്റാ മോണിക്ക മാത്രം 31,000 കുട്ടികളെ വിദേശത്തേക്ക് അയച്ചു. അപ്പോൾ ഈ 700 യൂണിവേഴ്സിറ്റിയിലായിട്ട് 4800 കോഴ്സസ് ഉണ്ട്. 4800 കോഴ്സസ്. ഞാനൊരു ലിസ്റ്റ് ചങ്ങാതിക്കൂടത്തിന് അയച്ചു തരാം. ഏത് രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏത് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് സെലക്ട് ചെയ്യുക, അങ്ങോട്ട് പോയി പഠിക്കുക. പഠിക്കുമ്പോൾ 3 തരത്തിൽ പോവാം. സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ട് ആ സ്കോളർഷിപ്പ് കൊണ്ട് വിദേശത്ത് പോയി പഠിക്കുക, തിരിച്ചു വരിക. 2 സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ്. പോയി പഠിക്കുക, ആ രാജ്യത്തെ പൗരത്വം എടുക്കുക. 3 കൊല്ലം കഴിയുമ്പോൾ പൗരത്വം കിട്ടും. പൗരത്വം എടുത്തു കഴിഞ്ഞാൽ അടുത്ത കല്യാണത്തിന് നമ്മുടെ നീല പാസ്പോർട്ടിന് പകരം ആ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് വന്ന് കല്യാണത്തിൽ പങ്കെടുക്കുക, തിരിച്ചു പോക്കുള്ള ഫ്ലൈറ്റ്. അത്രയുള്ള പരിപാടി. ബ്രസീലിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 200 ഏക്കർ ഭൂമിയും തരും, ഒരു ട്രാക്ടറും തരും, കൃഷിയാണ്. അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ താമസിക്കാം. ഇങ്ങനെയുള്ള പരിപാടികളാണ്. കഴിഞ്ഞ കൊല്ലം 7,30,000 ഇന്ത്യക്കാർ വിദേശ പൗരത്വം എടുത്ത് പോയി. 1,61,000 മലയാളികൾ വിദേശ പൗരത്വം എടുത്ത് പോയി. എൻ്റെ വല്യപ്പനെ സന്ധി വരുമ്പോൾ 25 എണ്ണം ഉണ്ടായിരുന്നു. 18 എണ്ണവും വിദേശത്ത് പോയി. ഇനി ഞങ്ങൾ 4-5 എണ്ണേ ബാക്കിയുള്ളൂ ഇപ്പം. ഇങ്ങനെ സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ്. നിങ്ങൾ കുറച്ച് പേര് പോയെന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊന്നും പറ്റുമെന്ന് പേടിച്ച് നിങ്ങൾ പോകാമെന്നിരിക്കണ്ട. നിങ്ങൾ പോയി രക്ഷയുടെ മക്കളെ. അവിടെ പോയി ഇന്ത്യയിൽ 142 കോടി ജനമുണ്ട്. കേരളത്തിൽ 3,54,00,000 ജനമുണ്ട്. നിങ്ങൾ 1 ലക്ഷം പേര് പോയി കിട്ടിയാൽ ഞങ്ങൾ ബാക്കിയുള്ളവർ സ്വസ്ഥമായിട്ട് അവിടെ ജീവിച്ചോളാം. ഒരു കുഴപ്പമില്ല, പോവാം. പിന്നെ അപ്പനമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ട്, പൊക്കളയല്ല. അപ്പനമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി പൊക്കളായിരുന്നു. അപ്പനമ്മ നോക്കണം. ബാക്കി ഒന്നിക്കൊണ്ടുള്ളൊക്കെ സ്ഥലം വിട്ട ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയി പഠിച്ച് രക്ഷപ്പെടാം. 3ാമത്തത് ലോൺ എടുക്കുക, പോയി പഠിക്കുക. അവിടെ പഠിക്കുമ്പോൾ തന്നെ ജോലിയാണ്. ഉച്ചവരെ ക്ലാസ്സുള്ളൂ. ഉച്ച കഴിഞ്ഞ് നമുക്ക് പോയി ജോലി ചെയ്യാം. അതിൻ്റെ പൈസ കൊണ്ട് ഇവിടുത്തെ കടം വീട്ടുക. 3 പ്രൊസീജിയറുണ്ട്. സ്കോളർഷിപ്പ് വേണ്ടി പോവുക. ഞാൻ ആ സ്കോളർഷിപ്പിന് 2 പുസ്തകത്തിന് കവർ പേജ് അയച്ചു കൊടുത്തേക്കാം. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുടെ ലിസ്റ്റ്. സ്കോളർഷിപ്പ് കിട്ടി പോകാം, സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് ചെയ്യാം, ലോൺ എടുത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചു വരാം. 3 സ്കീമിൽ കൂടെ പോകാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ലോകത്ത് റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആകെ 4 എണ്ണേ ഉള്ളൂ, IIT ഉൾപ്പെടെ.
ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 100 കോളേജിനെ ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് ഒറ്റ കോളേജ് കേരളത്തിൽ നിന്നുള്ളൂ, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, വേറെ ഒരു കോളേജും ഇല്ല. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി UN റെക്കഗ്നൈസ്ഡ് അല്ല. അവിടെ എന്ത് പറ്റും? ഇവിടുത്തെ ഡിഗ്രി കൊണ്ട് അവിടെ ചെന്നാൽ അവർ സമ്മതിക്കത്തില്ല. MBBS കാരണം അവിടെ ചെല്ലുക, പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവിടെ ഈക്വലൻസി ടെസ്റ്റ് പാസ്സാവണം. ഇവിടെ എഞ്ചിനീയറാണ്, അവിടെ ചെന്നാൽ ജോലി തരത്തില്ല, അവിടുത്തെ ഈക്വലൻസി ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ നമ്മളൊരു വിദേശ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് UN റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പോയാൽ അത് ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആണ്, UN റെക്കഗ്നൈസ്ഡ് ആണ്. ലോകത്തിൽ എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റും. അമർത്യ സെൻ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു. അയാളുടെ അപ്പം പറഞ്ഞു, മോനെ എവിടെയൊക്കെ പഠിച്ചിട്ട് രക്ഷയില്ല, നീ പോ. അവൻ അമേരിക്ക വിട്ട് പഠിപ്പിച്ചു. അമർത്യ സെൻ നോബൽ പ്രൈസ് എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ബോംബെ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നോബൽ സമ്മാനം കിട്ടുമോ? ഇല്ല. CV രാമൻ നോബൽ സമ്മാനം കിട്ടി. അയാൾ അനന്തരനോട് പറഞ്ഞു, വെങ്കട്ടരാമ, നീ ഇവിടെ പഠിക്കണ്ട, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയ പൈസ കൊണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ അമേരിക്കയിൽ പോയി പഠിക്കാൻ പറഞ്ഞു. അനന്തരവൻ അമേരിക്കയെ വിട്ടു. അവസാനം അനന്തരവൻ ചന്ദ്രശേഖർ വെങ്കട്ടരാമൻ നോബൽ സമ്മാനം കിട്ടി. മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നോബൽ സമ്മാനം കിട്ടുമോ? കിട്ടിയല്ല. ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ 10 പേർക്കാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. 2 പേര് വിദേശികളാണ്, മദർ തെരേസ ഉൾപ്പെടെ 2 പേര് വിദേശികളാണ്. ബാക്കി 8 പേരിൽ 5 പേര് ബംഗാളുകാരും 3 പേര് തമിഴ്നാട്ടുകാരുമാണ്. ഒരു മലയാളിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നാളെ മുദ്രാവാക്യം പിടിക്കാനോ സമരം ചെയ്യാനോ ഒരു നോബൽ സമ്മാനം വരികയാണെങ്കിൽ അതും മലയാളി അടിച്ചെടുക്കും, സംശയം വേണ്ട. പക്ഷേ അല്ലാത്ത നോബൽ സമ്മാനം മലയാളിക്ക് കിട്ടാൻ പ്രയാസം. പക്ഷേ നിങ്ങൾ വിദേശത്തൊക്കെ പോയി പഠിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് ബാനർജിയെപ്പോലെ, അമർത്യ സെന്നിനെ പോലെ, വെങ്കട്ടരാമൻ, ഇദ്ദേഹത്തെ പോലെ നോബൽ സമ്മാനം അടിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിദേശത്ത് പോയി പഠിക്കേണ്ട എങ്ങനെയാണെന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. ഞാൻ എൻ്റെ ലിസ്റ്റ് അയച്ചു കൊടുത്തേക്കാം, ആവശ്യമുള്ളവരുടെ അടുത്ത് പ്രയോഗിച്ചോളാം. 11, നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് തന്ന 2 കഴിവുകൾ പരിപോഷിപ്പിച്ചേ പറ്റുള്ളൂ. അതിലൊന്ന് ഓർമ്മശക്തിയാണ്. നിങ്ങൾക്കൊരു ഡോക്ടറാവണം, നിങ്ങൾ നീറ്റ് പരീക്ഷ കയറും. അവിടെ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആ ചോദ്യം വായിച്ചെടുക്കാൻ 35 സെക്കൻഡ് പോകും. ആ കമ്പ്യൂട്ടറിൻ്റെ OMR കറപ്പിക്കാൻ 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. ആ 15 സെക്കൻഡ് കൊണ്ട് ഉത്തരം നിങ്ങളുടെ തലച്ചോറിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭൂമിയിൽ ഡോക്ടറാവില്ല. നിങ്ങൾ IITക്ക് പഠിക്കാൻ പോകണം. വീണ്ടും JEE പരീക്ഷയ്ക്ക് പോയാൽ ഇത് തന്നെ അവസ്ഥ. 15 സെക്കൻഡിനോട് ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കലും IIT പഠിക്കാൻ പറ്റില്ല. ഇനി എന്നെപ്പോലൊരു IAS ഉദ്യോഗസ്ഥനാവണം. നിങ്ങൾ IAS പരീക്ഷയ്ക്ക് കയറിയിരിക്കും. IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പാസ്സാവണം. പ്രിലിമിനറി പരീക്ഷ കയറിയാൽ 15 സെക്കൻഡ് കൊണ്ട് തലച്ചോറിൽ ഓർമ്മ വരണം, ഇല്ല രക്ഷയില്ല. അപ്പോൾ ഈ ഓർമ്മശക്തി പുതുക്കണം. അപ്പോൾ ഓർമ്മശക്തി പുതുക്കാൻ 12 മാർഗങ്ങളാണുള്ളത്, 12 ടെക്നിക്കുകൾ. ആ ടെക്നിക്കുകളെടുത്ത് പ്രയോഗിക്കണം. നെപ്പോളിയൻ ഉപയോഗിച്ച അലമാര ടെക്നിക്കോ, ക്രോണോളജിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച ടോയൻബിയുടെ ടെക്നിക്കോ, ഐസക് ന്യൂട്ടൻ്റെ സിൻടാക്സിങ്ങോ ഉൾപ്പെടെയുള്ള ടെക്നിക്കുകൾ. ഞാൻ എന്നെക്കൊണ്ട് DC ബുക്ക് ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകാൻ. അതിനകത്ത് ഈ ഓർമ്മശക്തി നിലനിർത്താനുള്ള 12 ടെക്നിക്കാണ്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ചങ്ങാതിക്കൂട്ടത്തിന് അയച്ചു തരാം. ആവശ്യമുള്ളതെടുത്ത് പ്രയോഗിച്ചിട്ട് ഓർമ്മശക്തി കൂട്ടണം. ഒരു മനുഷ്യന് 10 കോടി വിവരങ്ങൾ ഓർക്കാൻ ഈശ്വരൻ കഴിവെന്നിട്ടുണ്ട്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും 3% ഉപയോഗിച്ചിട്ടില്ല. കോളേജിലെയും സ്കൂളിലേക്ക് ടീച്ചേഴ്സ് 1% വരെ ഉപയോഗിക്കും. ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ഈശ്വരൻ തന്ന കഴിവാണ് ഓർമ്മശക്തി. പക്ഷേ വലിയ പരീക്ഷ പാസ്സാവണമെങ്കിൽ അത് പരിപോഷിപ്പിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തത് ബുദ്ധിശക്തിയാണ്. എന്താണ് ഈ ബുദ്ധിശക്തി? ഒരു പ്രശ്നം കണ്ടാൽ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നം പരിഹരിക്കാൻ എത്ര മാർഗമുണ്ടെന്ന് കണ്ടെത്തുകയും അതിൽ ഉചിതമായ മാർഗ്ഗം ഏതാണ് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കൊല്ലത്ത് വിട്ടു. കൊല്ലത്ത് എനിക്ക് തേവലക്കര വരാൻ 6 വഴിയുണ്ട്. ഏത് വഴി തിരഞ്ഞെടുക്കുന്നു അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഏത് വഴി തിരഞ്ഞെടുക്കുന്നുള്ളത് അതാണ് ബുദ്ധിശക്തി. നിങ്ങൾ IAS പരീക്ഷയ്ക്ക് പോയാൽ പ്രിലിമിനറിയുടെ CSIT പരീക്ഷയ്ക്കകത്ത് 40 ചോദ്യം ബുദ്ധിശക്തി പരീക്ഷയ്ക്ക് ചോദ്യങ്ങളാണ്. നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഓഫീസർ ലിസ്റ്റിന് പോയാൽ 45 ചോദ്യം ബുദ്ധിശക്തി പരീക്ഷയ്ക്കും ചോദ്യമാണ്. നിങ്ങൾ UN സിവിൽ സർവീസിന് പോയാൽ 40ഓളം ചോദ്യങ്ങൾ ബുദ്ധിശക്തി പരീക്ഷയ്ക്ക് ചോദ്യങ്ങളാണ്. നിങ്ങൾ ടാറ്റയുടെ ബിർളയുടെ ഏത് ആളുടെ പരീക്ഷയ്ക്ക് പോയാലും ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യം വരും. അപ്പോൾ ആ ബുദ്ധിശക്തി പരിശോധിക്കുന്ന ബ്രെയിൻ ട്യൂസേഴ്സ്, ബ്രെയിൻ ക്വിസ്റ്റേഴ്സ്, ബ്രെയിൻ ക്യൂസേഴ്സ് ഇങ്ങനെയുള്ള സീരീസാണ്. ഇത് മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം.
അത് മാസ്റ്റർ ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ജോലിയൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇനി 12ാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 4 സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിലാദ്യത്തേത് ലേഖനം എഴുതാനുള്ള കഴിവാണ്. 12ാം ക്ലാസ് വരെ ലേഖനം എഴുതാൻ കഴിവില്ലെങ്കിലും മാർക്ക് കിട്ടും. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രസ്യൂംഡ് നോളജ് ഉണ്ടെന്ന് തോന്നിയാൽ മാർക്ക് കൊടുക്കാം. ഒരു ചോദ്യത്തിന് ഉത്തരം കയറെന്നാണ്, കയായെന്ന് എഴുതിയാലും മാർക്ക് തരും. കാരണം എഴുതാൻ വന്നപ്പോൾ എന്തോ ഒരു ഉറുമ്പ് കടിച്ചു പോയതാണ് കുട്ടിയെന്നാണ് പ്രസംഷൻ, മാർക്ക് തരും. 12ാം ക്ലാസ്സിൽ കയറുമ്പം കണക്റ്റഡ് മെമ്മറി ഉണ്ടോ എന്ന് നോക്കും. ആരോട് എപ്പോൾ എവിടെ വെച്ച് പറഞ്ഞെന്ന് കുട്ടിക്ക് ഓർക്കാൻ പറ്റുമോ, മാർക്ക് കിട്ടും. 12ാം ക്ലാസ് കഴിഞ്ഞാൽ കളി മാറി. പിന്നെ ഡിഗ്രി കയറി കഴിഞ്ഞാൽ അനോട്ടേറ്റ് ചെയ്യാൻ പറയും. ഒരു മാറ്റർ 2 പേജിൽ അനോട്ടേറ്റ് ചെയ്യണം. MA MSc കയറി കഴിഞ്ഞാൽ 8 പേജുള്ള ലേഖനം എഴുതണം, അനാലിസിസ് അവതരിപ്പിക്കണം. MPhilന് പോയാൽ 150 പേജുള്ള ഒരു തീസ് എഴുതണം. PhDക്ക് പോയാൽ 500 പേജുള്ളൊരു തീസ് എഴുതണം. ഇവിടെയാണ് കളി. ആ കളി വളരെ ഭംഗിയായിട്ട് ലേഖനം എഴുതാൻ പഠിക്കണം. അപ്പോൾ ICSE സിലബസുകാർക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ദി എസ്സേ. അവർക്ക് പഠിക്കും. പക്ഷേ SLC സ്കീമിലും CBSE സിലബസിലും ഇത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ദി എസ്സേ വാങ്ങിച്ചിട്ട് ലേഖനം എഴുതാൻ പഠിക്കണം. നിങ്ങളോട് ലേഖനം എഴുതാമ്പോൾ നിങ്ങൾ 4 പാരഗ്രാഫ് എഴുതി വെച്ചാൽ വട്ടം 0 മാർക്ക് കയറത്തുള്ളൂ. കാരണം ലേഖനം എന്ന് പറഞ്ഞാൽ മിനിമം 5 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, 2ാമത്തെ പാരഗ്രാഫ് എക്സ്പോസിഷൻ, 3ാമത്തെ പാരഗ്രാഫ് എക്സ്പാൻഷൻ, 4ാമത്തെ പാരഗ്രാഫ് വൈൻഡിങ് അപ്പ്, 5ാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ. നിങ്ങളുടെ എസ്സേ 100 പാരഗ്രാഫ് ആണെങ്കിൽ ആദ്യത്തെ 2നും മാറ്റമില്ല, ഇൻട്രൊഡക്ഷൻ എക്സ്പോസിഷൻ മാറ്റമില്ല. അവസാനത്തെ 2 പാരഗ്രാഫ് വൈൻഡിങ് അപ്പും കൺക്ലൂഷനും ആയിരിക്കും. ബാക്കിയുള്ള നടുക്കത്തെ 96 എണ്ണം എക്സ്പാൻഷനാണ്. എന്താണ് ഒരു പാരഗ്രാഫ്? പാര എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയാണ്. പ്രധാന പോയിൻ്റ് എന്നാണ് അർത്ഥം. പാര സൈക്കോളജി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പാരയെ ഗ്രാഫിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിവരിച്ച് പറയുന്നു. അതാണ് പാരഗ്രാഫ്. നിങ്ങളൊരു പാരഗ്രാഫ് എഴുതി വെച്ചാൽ അതിനകത്ത് പാരയില്ല, മെയിൻ പോയിൻ്റ് ഇല്ല, അതിനെ പാരഗ്രാഫായിട്ട് കൂട്ടുകയില്ല എക്സാമിനർ. അപ്പോൾ അതുകൊണ്ട് ലേഖനം എഴുതാൻ പഠിക്കണം. IAS പരീക്ഷയ്ക്ക് എന്നാൽ ഒരു പേപ്പർ മുഴുവൻ എസ്സേയാണ്. 3 മണിക്കൂർ കൊണ്ട് 2 എസ്സേ എഴുതണം. UN സിവിൽ സർവീസിന് പോയാൽ ഒരു പേപ്പർ മുഴുവൻ എസ്സേയാണ്. ലോകത്തിലെ വലിയ വലിയ പരീക്ഷയ്ക്കൊക്കെ ലേഖനം എഴുതാൻ പഠിച്ചിരിക്കണം. 2ാമത് ഉണ്ടാക്കേണ്ട സ്കില്ല് പരീക്ഷ എഴുതാനുള്ള സ്കില്ലാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന എപ്പോഴും നമുക്ക് അറിവിനല്ല മാർക്ക് കിട്ടുന്നത്. അറിവ് കൂടാതെ ആ പരീക്ഷ നമ്മൾ ടെക്നിക്കാണ്, ടെക്നിക്ക് വെച്ച് വേണം പരീക്ഷ എഴുതാൻ. എക്സാം ടെക്നിക്സ്, എക്സാം സൈക്കോളജി. ഉദാഹരണത്തിന് ഒരു പരീക്ഷ പേപ്പറിലെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധമായ ഗവേഷണം എന്ത് ചെയ്തു? ഒരേ ഉത്തരം, സെയിം വേർഡ്സ്, സെയിം കൊമ, സെയിം സെമിക്കോളൻ, സെയിം ഫുൾ സ്റ്റോപ്പ്, സെയിം ഹാൻഡ് റൈറ്റിംഗ് ഒരാളിനെ കൊണ്ട് തന്നെ എഴുതിച്ചു. പക്ഷേ ലൈൻസും വേർഡ്സും മാറ്റി. ഒരു പേജിൽ 13 വരി മുതൽ 46 വരി വരെ മാറ്റി മാറ്റി എഴുതിച്ചു. ഒരു വരിയിൽ 3 വാക്ക് മുതൽ 9 വാക്ക് വരെ മാറി മാറി എഴുതിച്ചു. എന്നിട്ട് ലോകത്തിലെ 6 ഭൂഖണ്ഡത്തെക്കുറിച്ച് വാല്യൂ ചെയ്തു. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഒരു പേജിൽ 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളുമായി പരീക്ഷ എഴുതിയ കുട്ടിക്ക് അതേ ഉത്തരം എഴുതിയ മറ്റൊരു കുട്ടിയെക്കാളും 5% മാർക്ക് കൂടുതൽ കിട്ടി. 300 മാർക്കുള്ള പരീക്ഷയിൽ ആ കുട്ടിക്ക് 15 മാർക്ക് കൂടുതൽ കിട്ടി, 15 മാർക്സ് മോർ. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവിടെയൊക്കെ വെള്ളക്കടലാസാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രിൻറ്റഡ് ആൻസർ ഷീറ്റാണ്. 25 വരിയും ഓരോ വരി 5ആയിട്ട് കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ വെള്ളക്കടലാസ് എടുത്ത് സ്കെയിൽ വെച്ച് വരച്ച് ആ വരയെ കുറുകെ വരച്ച് ഒരു പേജിൽ 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളും പരീക്ഷ എഴുതി പഠിക്കണം. സിമ്പിളായിട്ട് 5% മാർക്കുകൾ കിട്ടും, സിമ്പിളായിട്ട്. 2ാമത് ഒരു പരീക്ഷ പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് ഏതാണ്? ഞാൻ IAS പരീക്ഷ എക്സാമിനറാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഈ മാർക്ക് കണക്കാക്കിയിട്ട് കൈയക്ഷരം നല്ലതാണെങ്കിൽ മാർക്ക് കൊടുക്കും. കഴിഞ്ഞ പോലെ UPSC പഠിച്ചു ആർക്കാണ് ഈ നല്ല കൈയക്ഷരത്തിന് മാർക്ക് കിട്ടുന്നത്? 90% നല്ല കൈയക്ഷരത്തിന് മാർക്ക് കിട്ടിയതും പെൺകുട്ടികൾക്കാണ്. 10% ആമ്പിളാർക്ക് മാത്രമേ ഇത് കിട്ടിയുള്ളൂ. കാര്യം പെൺപിള്ളേരുടെ കൈ ഈശ്വരൻ ഈ കുട്ടികളെ എടുക്കാനുള്ള കൈയല്ലേ, നല്ല ലോലവും മൃദുലവുമാണ്. സ്ത്രീകളുടെ കൈ തൊട്ടാൽ പഞ്ഞിയെ തൊട്ട് തോലിരിക്കും. കാര്യം അതേന്നും അങ്ങനെയാണ് ഈ സ്ത്രീയുടെ കൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുരുഷന്മാരെല്ലാം വാളെടുത്ത് വെട്ടാനുള്ള കൈയല്ലേ, നല്ല നീളവും വണ്ണവും പരുവരുത്തമാണ് ഈ പുരുഷൻ്റെ കൈ. അവനാ പേന വെച്ചിട്ട് കാക്കാൻ പൂക്കുറോ ഒറ്റ എഴുത്താണ്.
പെൺകുട്ടികളതല്ല, പേനയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് ഇരുന്ന് എഴുതി പിടിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് പെൺപിള്ളേർക്ക് ഈ ഹാൻഡ് റൈറ്റിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പേജിൽ ഒരു വെട്ടും കുത്തും തിരുത്തും ഉണ്ടാവാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൂടുതൽ ചിലവാക്കി ഒന്നാം പേജ് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. സാറ് നോക്കുമ്പോഴേ ഓ വെരി ഗുഡ്. ചില പിള്ളേരുണ്ട് പരീക്ഷ എന്ന് തുടങ്ങും, ഒന്നാമത്തെ വരി എഴുതി കുറുകെ ഒരു വെട്ട, ചിലർ വെട്ടുകല്ല ബാർബഡ് വയർ ഫെൻസ് ഇങ്ങനെ വരച്ച് വെച്ചളയും. വേറെ കുറേ എണ്ണം ഇതെഴുതി സാറ് കാണാൻ പാടില്ല, അവൻ കുത്തി വരച്ച് 2 കിഴുത്തെ കൊണ്ടാക്കി വെച്ചളയും. അങ്ങനെ ചെയ്തുള്ളത്. ഫസ്റ്റ് പേജ് 5 മിനിറ്റ് കൂടുതൽ എടുത്തുള്ള ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കണം. 5% മാർക്ക് കൂടുതൽ വീഴും അങ്ങനെ ചെയ്താൽ. ഇനി മൂന്നാമതായി, ചില കുട്ടികൾ പരീക്ഷ എഴുതും, അനുക്രമമായ പരീക്ഷ എഴുതും. എന്നെപ്പോലുള്ള പരീക്ഷ എഴുതിയാൽ 1 2 3 4 5 6 7 8 9 10 എന്ന് എഴുതണം. ചില പിള്ളേർ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കി 7ാം ചോദ്യവും പഠിച്ച ചോദ്യം, ആടിച്ച് 7ാം ചോദ്യം, പിന്നെ 10ാം ചോദ്യം, പിന്നെ 1ാം ചോദ്യം. ശാസ്ത്രജ്ഞർ പറയുന്നു അനുക്രമമായി ഉത്തരം എഴുതുന്ന കുട്ടിക്ക് ഓർഡർ തെറ്റിച്ചെഴുതുന്ന കുട്ടിയേക്കാളും 4% മാർക്ക് കൂടുതൽ കിട്ടും. കാരണം 7ാമത്തെ ചോദ്യം ആദ്യം എഴുതിയാൽ നിങ്ങൾ അറിയാതെ സാറിനോട് പറയുകയാണ് എനിക്കിതിൽ ഏറ്റവും അറിയാവുന്ന ഉത്തരം 7ാം ചോദ്യമാണ്, അത് സാറ് നോക്കി 60% ഉള്ളൂ. അടുത്ത നിങ്ങൾ 65% എഴുതിയാലും നിങ്ങൾക്ക് 52% മാർക്ക് എടുത്തുള്ളൂ. യോ അൺനെസറി പ്രെജുഡിസ് ദ ടീച്ചർ. 4ാമതായി, ചില കുട്ടികൾ പരീക്ഷ എഴുതും, 10 ചോദ്യം എഴുതണം, അറിയാവുന്ന രീതിയിൽ 10 എഴുതി വെക്കും. വേറെ ചിലവന്മാരുണ്ട് 9 ചോദ്യം ആടിച്ച് പറത്തി എഴുതും, 10ാമത്തെ അങ്ങ് വിട്ടുകളയും. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി 10 ചോദ്യം എബോർ എഴുതിയ കുട്ടിക്ക് മറ്റേ കുട്ടിയേക്കാൾ 5% അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾ 9 ചോദ്യം എഴുതി 10ാമത്തെ വിട്ട് കളഞ്ഞാൽ സാറിന് തോന്നുന്നു ഇവൻ സെലക്ഷൻ സ്റ്റഡി നടത്തുകയാണ്, സിലബസ് മുഴുവൻ പഠിച്ചിട്ടില്ല, 9 എഴുതിയപ്പോൾ 10ാമത്തെ എഴുതാൻ അറിവില്ല. അല്ലെങ്കിൽ സാറ് വിചാരിക്കും ഇവന് ടൈം മാനേജ്മെൻ്റ് ഇല്ല, 9 എഴുതിയപ്പോഴേ 3 മണിക്കൂർ തീർന്നുപോയി, അതാണ് ഇവന് 10ാമത്തെ എഴുതാൻ പറ്റാതെ പോയത്. രണ്ടായാലും ആൻസർ ഓൾ ക്വസ്റ്റ്യൻ ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്, നെവർ ലീവ് എ ക്വസ്റ്റ്യൻ അൺആൻസർഡ്. 5ാമതായി, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ പരിപാടി എന്താണ്? അത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്, സബ് ടൈറ്റിലിങ്. ചില കുട്ടികൾ പരീക്ഷ എഴുതും, കല്ലട 6 ഒഴുകുന്ന പോലെ ഒരൊറ്റ വെടിയിലാണ്. ഇതിൻ്റെ മെയിൻ പോയിൻ്റ് ഏതാണ്, അപ്രധാനമൊന്നും പിടികിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള പരീക്ഷ എഴുതുമ്പോൾ ഓരോ പാരഗ്രാഫിനോട് തലക്കെട്ടിടും, അടിയിലൊരു വര, പുസ്തകങ്ങളുടെ പേര് പറയും, അടിയിലൊരു വര, പ്രധാനപ്പെട്ട പോയിന്റ് പറയും, അതിനടിയിലൊരു വര, സബ് ടൈറ്റിലിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സാറ് മോഡൽ ഉത്തരം പറയുമ്പോൾ മെയിൻ പോയിൻ്റ് എഴുതിയാൽ 40% മാർക്ക് കിട്ടണം. 3 സബോർഡിനേറ്റ് പോയിൻ്റ് എഴുതിയാൽ 15% വെച്ച് ഓരോന്നിനും. പിന്നെ അപ്രധാനമായ 3-4 പോയിൻ്റാണ്, അത് എഴുതി 5 മാർക്ക്. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് ഇടാൻ പറയുന്നത്. എൻ്റെ പേപ്പർ എടുത്താൽ സാറിന് 10 മിനിറ്റ് എൻ്റെ പേപ്പർ നോക്കാൻ. പേപ്പർ എടുത്ത് അടി വര നോക്കുമ്പോഴേ മെയിൻ പോയിൻ്റിലായി 10 ഔട്ട് ഓഫ് 10, അടുത്തടുത്ത് മെയിൻ പോയിൻ്റിലായി 10 ഔട്ട് ഓഫ് 10, ഇങ്ങനെ മാർക്കിട്ടങ്ങ് പോകും. അപ്പോൾ ഈ അടിയിൽ വരയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ നോക്കണം, ഭയങ്കര മാർക്ക് കിട്ടും. ഇനി 6ാമതായി, ഒരു പരീക്ഷ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളേവ? ഓരോ ഉത്തരത്തിൻ്റെയും ആദ്യത്തെ വരിയും ഓരോ ഉത്തരത്തിൻ്റെയും അവസാനത്തെ വരിയുമാണ് ഒരു പരീക്ഷ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. അത് നിങ്ങൾ പരീക്ഷ കോളേജിൽ എഴുതാനുള്ളതല്ല, നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം. നേരത്തെ ഞാൻ +1 പഠിക്കുകയായിരുന്നു. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ അമേരിക്കയിൽ പോയി PhD എടുത്തുകൊണ്ട് വന്നു. ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ച്, അലക്സിനെ പരീക്ഷ എഴുതാൻ അറിഞ്ഞൂടാ, അലക്സിന് ഒരുപാട് കാര്യം അറിയാം, പക്ഷേ പരീക്ഷ എഴുതാൻ അറിഞ്ഞൂടാ, ഞാൻ പഠിപ്പിക്കാമെന്നത്. അച്ഛൻ 200 രൂപേൻ്റെ നോട്ട്ബുക്ക് എനിക്ക് വാങ്ങിച്ചു തന്നു. ഓരോ ദിവസം അച്ഛനൊരു വിഷയം പറയും, ഞാനത് ഇടതുവശത്ത് എഴുതും. ഞാൻ ഇടതുവശത്ത് എഴുതി അച്ഛൻ വലതുവശത്തോട്ട് മാറ്റി എഴുതും. 1972 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. അച്ഛൻ എന്നോട് പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എഴുതാൻ പറഞ്ഞു. ഞാൻ തുടങ്ങി. ഇന്ത്യ വൺ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഓൺ August 15, 1947. അച്ഛനത് വലതുവശത്ത് മാറ്റി എഴുതി. 2.5 decades have passed since the star of independence dawned on the horizon of Indian history. എനിക്ക് 50 മാർക്ക് കിട്ടും, അച്ഛന് 70 മാർക്ക് കിട്ടും. അറിവിൽ വലിയ വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഞാൻ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പോലെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അച്ഛനെന്തെഴുതി? സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗ്യതാരകം ഇന്ത്യയുടെ ചരിത്രത്തിന് ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന് 2.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ബും. സാറ് ഭയങ്കര ഇംപ്രഷൻ. ഓരോ ഉത്തരത്തിൻ്റെ അവസാന സെൻറ്റൻസ് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബിട്ട ദിവസം.
അച്ഛൻ പറഞ്ഞു ആറ്റം ബോംബിനെ പറ്റി എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി നിർത്തി. റിലിജൻ വിത്ത് ഇറ്റ്സ് മോറൽസ് ആർ നെസസറി ടു പ്രിവെൻറ്റ് സയൻസ് ഫ്രം റിപ്പീറ്റിംഗ് ഹിരോഷിമാസ്. അച്ഛൻ ആ സെൻസ് മാറ്റി എഴുതി. സയൻസ് വിത്തൗട്ട് റിലിജൻ ഈസ് ബ്ലൈൻഡ്, റിലിജൻ വിത്തൗട്ട് സയൻസ് ഈസ് ലെയിം. റിലിജൻ വിത്ത് ഇറ്റ്സ് എത്തിക്സ് ആൻഡ് മോറൽസ് ആർ നെസസറി ടു പ്രിവെൻറ്റ് സയൻസ് ഫ്രം റിപ്പീറ്റിംഗ് ഹിരോഷിമാസ്. 60 സെയിമാണ്. എനിക്ക് 50 മാർക്ക് കിട്ടും, അച്ഛന് 70 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിലൊരു 20 സെൻറ്റൻസ് അറിവുള്ള ആരെ കൊണ്ടുപോലൊക്കെ എഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് കാണാൻ പഠിച്ച് വെച്ചേക്കണം. എന്നിട്ട് ഓരോ ഉത്തരം എഴുതുമ്പോൾ ഇതിൽ ഓരോ അങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. സാറ് ഫസ്റ്റ് സെൻസ് ബും, നമ്മുടെ ഭയങ്കര ആരുടെ കുട്ടിയെന്ന് തോന്നുന്നു. പിന്നെ എഴുതി നിർത്തുമ്പോൾ സാറൊരു 10-6 മാർക്ക് ഇടാൻ വേണ്ടി പേന എടുക്കും. അപ്പോഴാണ് ലാസ്റ്റ് സെൻറ്റൻസ് സാറ് 6 ഇട്ട സാറ് മേളു ദിവസം കൊണ്ട് 0 ആക്കും. അപ്പോൾ 8 മാർക്കായി. 10 ഉത്തരത്തിന് 2 മാർക്ക് കിട്ടുമ്പോൾ 20 മാർക്ക് കൂടുതൽ കിട്ടി. നമ്മൾ അടിച്ച് പറത്തി 1 സക്സസ്സിലേക്ക് അങ്ങ് പോകും. ഭയങ്കര മാർക്ക് കിട്ടിപ്പോവും. A+ഉം റാങ്കും ഒക്കെ വാങ്ങിക്കും. പേപ്പർ 1 ഉപയോഗിച്ച് സെൻറ്റൻസ് തന്നെ പേപ്പർ 2 ഉപയോഗിക്കാം. പേപ്പർ 2 ഉപയോഗിച്ച് സെൻറ്റൻസ് തന്നെ പേപ്പർ 3 ഉപയോഗിക്കാം. പേപ്പർ 1 ഓച്ചർ ചെയ്യുന്നൊരു സാറ് നോക്കും. പേപ്പർ 2 കൊല്ലത്തിടുന്ന സാറ് നോക്കും. പേപ്പർ 3 തേവലക്കരുന്ന സാറ് നോക്കും. ഈ സാറന്മാർക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ സ്ഥിരം ബോംബാണ് ഈ സാധനം എന്നുള്ളത്. ഞാൻ +2 ഉപയോഗിച്ച ബോംബൊക്കെ IAS പരീക്ഷയിൽ ഉപയോഗിച്ച് എന്നെ ഒരുത്തരം പിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ഓപ്പണിംഗ് സെൻറ്റൻസും ക്ലോസിംഗ് സെൻറ്റൻസും വളരെ പ്രധാനം. 7ാമത്തെ വെയ്റ്റഡ് ഫ്രേസസ്. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും പേന അവിടെ വെച്ചേക്കും. പുസ്തകത്തിനൊരു ഉഗ്രൊരു സെൻറ്റൻസ് കണ്ടാൽ ഞാൻ ആ സെൻറ്റൻസ് നോട്ട്ബുക്ക് കുറിച്ച് വെക്കും. സെക്കൻഡ് സാധനം സൺഡേക്ക് ആ സെൻറ്റൻസ് ഇങ്ങനെ വായിക്കും. പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വല്ലവനും കോപ്പി അടിച്ചാലുണ്ടല്ലോ ഇൻവേർട്ടർ കോമ വേണം നിയമം. ഞാനിതെന്നറിയാമോ, ഇൻവേർട്ടർ കോമ ഇല്ലാതെ പുട്ടിന് തേങ്ങാപ്പിടുന്ന പോലെ ഈ വെയ്റ്റഡ് ഫ്രേസസ് കയറ്റി വിടും. സാറ് വായിക്കുമ്പോൾ എന്തൊരു അറിവുള്ളായി കുട്ടിക്ക്. ലിയോ ടോൾസ്റ്റോയെ പോലും വിക്ടർ ഹ്യൂഗോയെ പറ്റി കുട്ടി പ്രായത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കും. നമുക്കറിയാവുന്ന മോട്ടിച്ചാവന്മാരുടെ സാറിനൊന്നും മനസ്സിലാകത്തില്ല. ഇല്ല, സാറിന് മനസ്സിലാവുന്ന എഴുതി വെച്ചല്ലേ. ഗോഡ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ സാറിനറിയാം വേദോത്സവത്തിൽ നിന്ന് മോട്ടിച്ചാന്ന്, അല്ലാത്തൊക്കെ കാച്ചിക്കോണം. പിന്നെ 9ാമതായി പ്രസംഗം. വിശ്വപ്രസിദ്ധ പ്രസംഗമൊക്കെ വായിക്കണം. ഹ്യൂസ്റ്റൺ പീറ്റേഴ്സൻ്റെ ട്രസ്റ്റ് യുവർ വേർഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പീച്ചസ് വാങ്ങിക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു 10 പ്രസംഗത്തിന് ഓരോ കൊട്ടേഷൻ എടുക്കണം. ആദ്യം വടക്കേ അമേരിക്ക പോകണം, ലിങ്കണോ കെന്നഡിയോ ഒരു സെൻസ് എടുക്കണം. പിന്നെ തെക്കേ അമേരിക്ക പോകണം, പാബ്ലോ നെരൂദയുടെ ഒരു സെൻസ് എടുക്കണം. പിന്നെ യൂറോപ്പിൽ പോകണം, ഇമ്മാനുവൽ കാന്റിൻ്റെ ഒരു സെൻസ് എടുക്കുക, അല്ലെങ്കിൽ പ്ലേറ്റോയുടെ ഒരു സെൻസ് എടുക്കുക. ആഫ്രിക്കയിൽ പോവുക, ആർച്ച് ബിഷപ്പ് ടുറ്റുവിൻ്റെ ഒരു സെൻസ് എടുക്കുക. ഇന്ത്യയിൽ വന്ന പുരാണത്തിലും ഉപനിഷത്തിലൊരു സംസ്കൃതവും പിന്നെ അടുത്ത കാലത്തുള്ള പ്രസംഗിച്ച ഒരാടെയും കൂടെ എടുക്കുക. ചൈനയിൽ പോയി കൺഫ്യൂഷ്യസിനെ എടുക്കുക. ജപ്പാനിൽ പോയി ഇസാക്ക് സാട്ടോയെ എടുക്കണം. ഓസ്ട്രേലിയയിൽ പോയി ഗ്ലൗ വിറ്റ്ലത്തിൻ്റെ ഒരു പ്രസംഗം കോട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ഉത്തരത്തിനകത്ത് ഇതിൽ ഓരോരുത്തർ കയറി വിടണം. സോറി, ഒരിക്കൽ കുട്ടിക്ക് എന്തൊരു അറിവിടാ. അവൻ വടക്കേ അമേരിക്ക പോകുന്നു, തെക്കേ അമേരിക്ക പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, ആഫ്രിക്കയിൽ പോകുന്നു, ചൈനയിൽ പോകുന്നു, ജപ്പാനിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, ഉപനിഷത്തിൽ പോകുന്നു. ഭയങ്കര അറിവ് തന്നെ കുട്ടി. നമുക്കറിയാം, നമുക്ക് ആകെ 10 സെൻറ്റൻസ് അറിയാമോ. സാറിന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ കയറ്റി വിട്ടേക്കണം. ഭയങ്കര മാർക്കാണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള കുറേ പരിപാടികളുണ്ട്. ഞാനത് ചങ്ങാതി കൊടുത്ത് അയച്ചു കൊടുത്തേക്കാം. ആവശ്യമുള്ള പിള്ളേർ അതൊന്ന് എടുത്തിട്ട് ഈ ടെക്നിക്ക് പ്രയോഗിക്കണം. ഭയങ്കര മാർക്ക് സ്കോർ ചെയ്യും പരീക്ഷ. 3ാമത്തത് ഇൻ്റർവ്യൂ നേരിടാനുള്ള കഴിവാണ്. റിട്ടേൺ എക്സാമിനേഷൻ മാർക്ക് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റിയല്ല. റിട്ടേൺ എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യണം, എങ്കിലേ നല്ല ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ഉപയോഗിക്കുക ടെക്നിക്ക്. DCPക്ക് അതിനെക്കൊണ്ടൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, വ്യത്യസ്തരാകാൻ. അവിടെ വാങ്ങിച്ചാൽ മതി. ഇൻ്റർവ്യൂവിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് അതിനകത്ത് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ഒരു സ്കില്ലെന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ള കഴിവാണ്. വലിയ വലിയ പരീക്ഷകൾ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. NDAയുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. UN സിവിൽ സർവീസിലെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. റിസർവ് ബാങ്കിൻ്റെ ഓഫീസ് ടെസ്റ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. ആ പ്രസംഗം അറിഞ്ഞിരിക്കണം. 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റിയിരിക്കണം. എങ്കിലേ വലിയ ജോലി കിട്ടുള്ളൂ. നിങ്ങൾ ടാറ്റായ്ക്കും ബിർളയ്ക്കും അഡാനിക്കും ജോലിക്ക് പോയാൽ ഒരു 5 വിഷയം തരുന്നത് ഒന്നിനെ പറ്റി പ്രസംഗിക്കാൻ പറയും. കാരണം അവൻ്റെ പൊളിപ്പൻ സാധനമായിരിക്കും, വെറും പൊട്ട സാധനം. പക്ഷേ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സാധനമാണ് ഇതെന്നും പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച സാധനം വിൽക്കണമെങ്കിലേ നിങ്ങൾക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. മോഹൻലാൽ ചെയ്യുന്ന പരിപാടിയില്ല, ആ പരിപാടി ശരി. അപ്പോൾ പ്രസംഗം. അപ്പോൾ ഈ 4 സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. എസ് എഴുതാൻ പഠിക്കണം, പരീക്ഷ എഴുതാൻ പഠിക്കണം, ഇൻ്റർവ്യൂ ജയിക്കാൻ പഠിക്കണം, പിന്നെ പ്രസംഗിക്കാൻ പഠിക്കണം. ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുള്ളൂ, പരീക്ഷകൾ പാസ്സാവാൻ പറ്റുള്ളൂ. അത് 11ാമതായി നിങ്ങൾ പഠിക്കേണ്ടതാണ്.
12ാമത്തേത് അംബിഷൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ ജീവിതത്തിൽ അംബിഷൻ സെറ്റ് ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം ഞാനൊരു സിവിൽ സർവൻ്റാണ്, അതുകൊണ്ട് ഞാൻ സിവിൽ സർവീസിനെ പറ്റി പറയാം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ 6 ഗ്രൂപ്പാണ്. ആദ്യത്തെ ഗ്രൂപ്പ് UN സിവിൽ സർവീസാണ്. പാസ്സായാൽ നമുക്ക് 20 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടി തുടങ്ങും. ഒരു 15 കൊല്ലം സർവീസ് കഴിയുമ്പോൾ ഒരു മാസം 1 കോടി രൂപ ശമ്പളം കിട്ടും. 1 കോടി ഒരു മാസം. പ്രിയങ്കരനായ ശശി തരൂർ UN സിവിൽ സർവീസിൽ പോയി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറൽ എത്തിയ മനുഷ്യനാണ്. അത് രാജിവെച്ചിട്ടാവും നമ്മുടെ MP ആയത്. ഇപ്പോൾ UNOയുടെ ഒരു സിവിൽ സർവീസ് ഡിസാസ്റ്റർ റിലീഫിൻ്റെ തലവൻ മലയാളിയാണ്, മുരളി തുമ്മാരോടി. രണ്ടാമത് ഇന്ത്യൻ സിവിൽ സർവീസാണ്. അത് 3 ഗ്രൂപ്പാണ്. ആദ്യത്തെ ഗ്രൂപ്പ് ക്ലാസ് 1 സർവീസസ്, IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇത് 3 ക്ലാസ് 1 സർവീസസ്. വളരെ ചെറിയ പ്രായത്തിലെ നല്ല റെസ്പെക്റ്റ്, സമൂഹത്തിൽ മാന്യത, നല്ല ശമ്പളം, നല്ല അധികാരം. അറസ്റ്റ് ചെയ്യാം, ഭയങ്കര അധികാരം. 30 വയസ്സിൽ ഞാൻ കോട്ടയം കളക്ടറായിട്ട് ചെല്ലുകയാണ്, കോട്ടയം SP ആയിട്ട്. 3 രാജാക്കന്മാരുടെ രാജ്യം ചേരുന്നതാണ് കോട്ടയം ജില്ല. തെക്കൻകൂർ രാജാവിൻ്റെ രാജ്യം മുഴുവൻ, വടക്കൻകൂർ രാജാവിൻ്റെ രാജ്യം മുഴുവൻ, മീനച്ചൽ കർത്താക്കന്മാരുടെ രാജ്യം മുഴുവൻ. 3200 ചതുരശ്ര കിലോമീറ്റർ ഏരിയ, 24 ലക്ഷം ജനങ്ങൾ. അവിടെ നിന്ന് എടുത്ത് കണ്ണൂർ SP ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഞാനവിടെ ചെന്നപ്പോൾ 3 രാജാക്കന്മാരുടെ ഏരിയയാണ്. ചെറുക്കൽ രാജാവിൻ്റെ രാജ്യം മുഴുവൻ, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അർക്കൽ ബീവിയുടെ രാജ്യം മുഴുവൻ, കേരളത്തിന് അഭിമാനമായ പഴശ്ശിരാജാവിൻ്റെ രാജ്യം മുഴുവൻ. 3 രാജാക്കന്മാരുടെ ഏരിയ, 3000 ചതുരശ്ര കിലോമീറ്റർ ഏരിയ, 30 ലക്ഷം ജനങ്ങൾ. ഞാൻ യുദ്ധം ചെയ്തോ? എനിക്ക് വെട്ട് കിട്ടിയോ? വെളിപ്രദേശത്ത് ഉറങ്ങിയോ? ഒന്നും ചെയ്തില്ല. ഒരു പേന എടുത്തിട്ട് പരീക്ഷ എഴുതില്ലേ ഉള്ളൂ. അവിടെയാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ സെൻട്രൽ ഗ്രൂപ്പ് A ഇൻകം ടാക്സ് സർവീസ്, കസ്റ്റം സർവീസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, റവന്യൂ സർവീസ്, കസ്റ്റം സർവീസ്, സെൻട്രൽ എക്സൈസ് സർവീസ്, റെയിൽവേ സർവീസ്, റെയിൽവേ ട്രാഫിക് സർവീസ്, റെയിൽവേ ഗുഡ്സ് സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. ഇങ്ങനെ 17 ശമ്പളം സെയിം, പക്ഷേ ഓൾ ഇന്ത്യ ട്രാൻസ്ഫറുള്ള. പിന്നെ വളരെ ഭംഗിയായിട്ട് സെൻട്രൽ ഗ്രൂപ്പ് B 27 സർവീസാണ്. ഒറ്റ പരീക്ഷയ്ക്ക് 27 സർവീസ്. പിന്നെ പ്രൊഫഷണൽ സർവീസസ്. നിങ്ങൾ MBBS പാസ്സായോ? ഇന്ത്യൻ മെഡിക്കൽ സർവീസ്, IAS തത്തുല്യമായ സർവീസാണ്. നിങ്ങൾ BTech എടുത്തോ? ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. എക്കണോമിക്സ് പഠിച്ചോ? ഇന്ത്യൻ എക്കണോമിക് സർവീസ്. സ്റ്റാറ്റിക്സ് പഠിച്ചോ? ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ്. നിങ്ങൾ ജിയോളജി പഠിച്ചോ? ഇന്ത്യൻ ജിയോളജിക്കൽ സർവീസ്. പിന്നെ ശാസ്ത്ര വിഷയങ്ങൾ ഡിഗ്രി എടുത്ത ആളുകൾ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മറൈൻ സയൻസസ്, വെറ്റിനറി സയൻസസ്, ഇങ്ങനെ 10 ശാസ്ത്ര വിഷയങ്ങൾ ഡിഗ്രി എടുത്തവർക്ക് മാത്രം എഴുതാവുന്നൊരു പരീക്ഷയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. വനങ്ങളെ സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം, അരിക്കൊമ്പൻ്റെ പുറകെ ഓടാം, ഇങ്ങനെ പല പല പരിപാടികളാണ്. ഇങ്ങനെ 10 സർവീസസ്, പ്രൊഫഷണൽ സർവീസസ്. 4ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രസ്റ്റീജിയസ് സർവീസസ്. സമൂഹത്തിൽ ചെന്നാൽ ഒരു പ്രസ്റ്റീജാണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ NDA പരീക്ഷ, നാഷണൽ ഡിഫൻസ് അക്കാഡമി പാസ്സായാൽ നേരെ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്, ലെഫ്റ്റനൻറ്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ. ലെഫ്റ്റനൻറ്റ് കേണൽ ആകുമ്പോൾ കളക്ടർ എസ്പിക്കും തുല്യനാണ്. ബ്രിഗേഡിയർ DIJ പോലെ 1 സ്റ്റാറാണ്. ലെഫ്റ്റനൻറ്റ് കമാൻഡർ IJ പോലെ 2 സ്റ്റാർ. ജനറൽ DGP പോലെ 3 സ്റ്റാർ. ക്ലാസ് 1 ഓഫീസർ, റെസ്പെക്ട്. 12ാം ക്ലാസ് പാസ്സായാൽ ഉടൻ തന്നെ ISROയുടെ സയൻറ്റിസ്റ്റ് പരീക്ഷ എഴുതണം. പാസ്സായാൽ ഇന്ത്യ ഗവൺമെൻറ് നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. നിങ്ങളെ പഠിപ്പിച്ച് ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അല്ലെങ്കിൽ TERLS തുമ്പ ഇക്വറ്റോർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, എവിടെയെങ്കിലും എടുത്ത് പോസ്റ്റിംഗ് കിട്ടും. നിങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് പഠിപ്പിച്ച് APJ അബ്ദുൽ കലാമോ ടെസ്സിയൊക്കെ ആക്കി മാറ്റിക്കളയും. ഇപ്പോൾ 4-5 മാസത്തിന് മുമ്പ് ചന്ദ്രനിലിറങ്ങി. നിങ്ങൾ പദ്ധതി വായിച്ചില്ലേ? 10 മിനിറ്റോടെ അഭിമാനം. എബിൻ, എൻ്റെ പെങ്ങളുടെ മോളെ കെട്ടിയ പയ്യനായി എബിൻ. 17 വയസ്സിൽ ISRO പരീക്ഷ പാസ്സായി. 30 വയസ്സേ ഉള്ളൂ. ലൂണാർ മൊഡ്യൂൾ ഡിസൈൻ ചെയ്യുന്ന ശാസ്ത്രജ്ഞനൊരാളായി മാറി. നമ്മുടെ കുട്ടികൾക്കത് പറ്റും. +2 കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റ് പരീക്ഷ എഴുതണം.
പാസ്സായ 2.5 കോടി രൂപ സ്കോളർഷിപ്പോട് കൂടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ കുട്ടിയെ കൊണ്ടുപോയി പഠിപ്പിച്ച് വലിയ നിലകളിലെത്തിക്കും. പിന്നെ റിസർവ് ബാങ്ക് ഓഫീസർ ടെസ്റ്റ്, പിന്നെ ബാങ്ക് മാനേജേഴ്സ് ടെസ്റ്റ്, IAS-ൻ്റെ തുല്യ ശമ്പളം, ബാങ്ക് മാനേജറായിരിക്കാം. ഞങ്ങൾ IAS IPS വെയിൽ കൊണ്ട് ജോലി ചെയ്യണം. പ്രധാനമന്ത്രി വരുന്നെങ്കിൽ 10 ദിവസം ഞങ്ങളൊക്കെ വെയിലത്താണ്. മഹാലക്ഷ്മിയെ പോലിരിക്കുന്ന കളക്ടർ പ്രൈം മിനിസ്റ്റർ പോയി കഴിയുമ്പോൾ മഹാകാളിയെ പോലെ ആയിപ്പോൾ വെയിൽ കൊണ്ടിട്ട്. ബാങ്ക് മാനേജർ നല്ല എയർ കണ്ടീഷൻ മുറി ഇരുന്ന് പണിയാണ്. പിന്നെ ജനിച്ചപ്പോൾ കോടീശ്വരനാവണമെന്ന് വല്ലതും ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടിയൊന്നും ഉണ്ടാക്കണ്ട. തേവലക്കര ബാങ്കിൽ 200 കോടി കിടപ്പുണ്ട്, അതിൻ്റെ മണ്ട കയറി കോടീശ്വരനായിട്ട് അങ്ങനെ വെച്ചാൽ. പിന്നെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ജോലി ടീച്ചിങ് പ്രൊഫഷൻ. MA MS കഴിഞ്ഞ് നെറ്റ് പാസ്സാവണം, കോളേജിൽ കയറണം. BSc BD സെറ്റ് പാസ്സാവണം, സ്കൂളിൽ കയറണം. നല്ല എഫക്റ്റാണ്. പിന്നെ വളരെ പ്രത്യേകതയോടുകൂടി വളരെ പ്രസിദ്ധ മറ്റൊരു ജോലി ജുഡീഷ്യറി. LLBക്ക് പഠിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പരീക്ഷ പാസ്സാവണം. മജിസ്ട്രേറ്റായിട്ട് എല്ലാ വക്കീലും എല്ലാവരും കയറി മൈ ലോഡ് എന്ന് പറഞ്ഞവിടെ മര്യാദക്ക് നിൽക്കാം. LLB കഴിഞ്ഞ് സെഷൻ ജഡ്ജിയുടെ പരീക്ഷ തരണം, ജഡ്ജിയായിട്ട് വരും. പിന്നെ ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആയിട്ട് പോവാം. എൻ്റെ കസിൻസും നെവ്യൂസും നീസസും കൂടെ ഇപ്പോൾ 10 ജഡ്ജിമാരുണ്ട് കേരളത്തിൽ. 10 LLBക്ക് പഠിക്കുമ്പോഴേ ഞാനിവർക്കെല്ലാം സിലബസും പരീക്ഷയെല്ലാം കൊണ്ടുകൊടുക്കും. എല്ലാം അടിച്ച് പറത്തി എഴുതി ജഡ്ജിമാരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, പ്രസ്റ്റീജിയസ് സർവീസസ്. പിന്നെ റീജിയണൽ സർവീസസ്, ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ എഴുതുക, കയറുക, ഡെപ്യൂട്ടി കളക്ടറാവുക, 10 കൊല്ലം കഴിയുമ്പോൾ IAS കിട്ടി കളക്ടറാവുക. സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതുക, ഒരു പ്രൊമോഷൻ കഴിയുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായി, കിട്ടി IPS കിട്ടിയ ഡിസ്ട്രിക്ട് SP ആവും. പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ എഴുതുക, പാസ്സായി കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് തുടങ്ങി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി എത്താം. വില്ലേജ് ഓഫീസർ പരീക്ഷ എഴുതുക, പാസ്സായി റവന്യൂവിലെ ഡെപ്യൂട്ടി സെക്രട്ടറി എത്താം. നിങ്ങളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതുക, പാസ്സായി കഴിഞ്ഞാൽ അഡീഷണൽ സെക്രട്ടറിയിൽ അഡീഷണൽ സെക്രട്ടറി എത്താം. കേന്ദ്ര ഗവൺമെൻറ് സബോർഡിനേറ്റ് സർവീസ് പരീക്ഷ എഴുതുക, 2 ലക്ഷം പേർക്ക് ജോലി കിട്ടും. സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലൊക്കെ പോയി മേപ്പോട്ട് കയറിപ്പോവാം. റെയിൽവേയുടെ സബോർഡിനേറ്റ് പരീക്ഷ എഴുതുക, തുടക്കം സ്റ്റേഷൻ മാസ്റ്ററാണ്. പിന്നെ കയറിപ്പോയി വലിയ നിലകളിലെത്താം. ഇങ്ങനെ 250ഓളം പരീക്ഷകളുണ്ട്. പാസ്സാവുക, അടിച്ചു കയറി പോവുക. 6ാമത്തെ ഗ്രൂപ്പ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് പരീക്ഷയ്ക്ക് പോവാം. തുടക്കം ഒരു 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും. കയറിപ്പോയി ടിസ്കോയുടെ ജനറൽ മാനേജർ സ്ഥലത്തെത്തിയാൽ 3 കോടി രൂപ ഒരു മാസം ശമ്പളം. അങ്ങനെ 22 സർവീസുണ്ട്. അംബാനിയുടെ ജിയോ സർവീസ്, അഡാനിയുടെ പോർട്ട് സർവീസ് ഉൾപ്പെടെ. പിന്നെ ഇൻ്റർനാഷണൽ സർവീസസാണ്, മൾട്ടിനാഷണൽ കമ്പനീസ്. ഇന്ദിരാ നൂയി, പാലക്കാട് ജഡ്ജിയുടെ മോളാണ് ഇന്ദിരാ അയ്യർ. അവൾ പോയി ഒരു കൊറിയക്കാരനെ കെട്ടി ഇന്ദിരാ നൂയി ആയി. അവിടെ 1 മാസം. ഇങ്ങനെയാണ് മക്കളെ ഇപ്പോഴത്തെ ശമ്പളം. ഞാൻ 33 കൊല്ലം IPS ജോലി ചെയ്തിട്ട് എല്ലാ ശമ്പളോടെ ഞാൻ കണക്കൂട്ടി നോക്കി 2.4 crores ഉള്ളൂ 33 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മാസം വാങ്ങിക്കുക ശമ്പളം. നമ്മുടെ കൊല്ലത്ത് ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ ഒരു പയ്യൻ റോയ് വീട്ടിൽ കഴിഞ്ഞ് എൻ്റെ അടുത്ത് IAS പഠിക്കാൻ വന്ന. ഞാൻ കുറച്ചാലും പഠിപ്പിച്ചാൽ പറഞ്ഞില്ല സാർ ഇതെൻ്റെ പണിയല്ല. അവൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ കൊണ്ടുപോയി. ഇപ്പോൾ 5-6 മാസത്തിന് മുമ്പ് ട്വിറ്റർ വാങ്ങിച്ചു ഇലോൺ മസ്ക്. എന്നിട്ട് റോയിയെ പിടിച്ചതിൻ്റെ ജനറൽ മാനേജരാക്കി. റോയി എന്നെ വിളിച്ച്, എങ്ങനെയുണ്ടോ റോയി ജോലിയൊക്കെ? നല്ല ജോലിയാണ് സാറേ. ഞാൻ എന്താ ശമ്പളം? ഒരു 10 കോടി ഒരു മാസം കിട്ടും സാർ. നമ്മൾ ഈ കപ്പലിൻ്റെ കുറിക്കുന്നതുകൊണ്ട് റോയി പറയാം, ഒരു 10 കോടി ഒരു മാസം കിട്ടും സാർ. ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഇപ്പോഴത്തെ ശമ്പളം. നിങ്ങൾ അടിച്ച് പറത്തി. നിങ്ങളുടെ വല്യപ്പനൊക്കെ 100 രൂപയ്ക്ക് ശമ്പളം വാങ്ങിച്ചു. നിങ്ങളുടെ അപ്പൻ്റെ കാലം എത്തിയപ്പോഴും 30,000 40,000 ആയി. നിങ്ങളുടെ കാലം എത്തുമ്പം 10 കോടി 20 കോടിയൊക്കെ ശമ്പളം. ആ ജോലികൾ കണ്ടുപിടിച്ച് ഭംഗിയായിട്ട് അതിലേക്ക് പോകാനായിട്ട് പറ്റണം. ആ ലക്ഷ്യം നിങ്ങൾ സാധ്യതപ്രായമാക്കണം. ഞാൻ ആ വിവരങ്ങളൊക്കെ ചങ്ങാതിക്കൂട്ടത്തിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളെടുത്ത് ഭംഗിയായിട്ട് പ്രയോഗിക്കുക. അവസാനം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിരുചി കണ്ടെത്തണം. ഏത് ജോലി വേണമെന്ന് സെർച്ച് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾ ജോലി വാങ്ങിക്കണം. ആ ജോലി വാങ്ങിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 3 ലക്ഷ്യം വേണം. 1, 30 വയസ്സ് വരെ അപ്പൻ്റെ അമ്മയുടെയും കെയർ നിങ്ങൾ അറിയപ്പെടും. തേവലക്കര കിഴക്കേ വീട്ടിലെ ചെറിയാച്ചൻ മുതലാളിയുടെയും ഇരാമയുടെയും മകൾ 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പനും അമ്മയും നിങ്ങളുടെ കെയർ ഓഫിൽ അറിയപ്പെടണം. നിങ്ങളുടെ കെയർ ഓഫിൽ
നിങ്ങളുടെ അപ്പൻ റോഡ് നടന്നു പോകുമ്പോൾ കടയിൽ നാളിൽ പറയും, ഇതാ പാലക്കാട്ടെ കളക്ടർ അപ്പൻ അതാണ്ടാ നടന്ന് പോന്നേ. നിങ്ങളുടെ അമ്മ റോഡ് നടന്നു പോകുമ്പോൾ ജനം പറയും, കഴിഞ്ഞ മാസം പ്രസിഡന്റ് മെഡൽ കിട്ടിയില്ലേ, ആ കുട്ടിയുടെ അമ്മ അതാണ്ട് ഈ നടന്നു പോന്നേ. 30 വയസ്സ് വരെ അപ്പനമ്മയുടെ അഡ്രസ്സ് ജീവിക്കുക. 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിൽ അപ്പനമ്മയും മാറണം. അവിടാണ് മക്കളെ കഴിവെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു മനുഷ്യായുസിൽ 27,000-30,000 കുട്ടികളെ പഠിപ്പിക്കും ചിലപ്പോൾ. പക്ഷേ എല്ലാവരും ഓർത്തിരിക്കുക ഒരു ടീച്ചറെ കൊണ്ട് പറ്റിയല്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സും മരണം വരെ അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ അവരുടെ അധ്യാപന കാലത്തെ രത്നങ്ങളായി കരുതുന്ന ഒരു 150 കുട്ടിയുണ്ടാവും. ആ കുട്ടിയുടെ പേര് ടീച്ചറിന് ഓർമ്മയുണ്ടാവും, ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടാവും. ആ കുട്ടി ആ ടീച്ചറിൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനമാണ്. രാവിലെ ടീച്ചർ പത്രം വായിക്കും, പ്രസിഡന്റ് മെഡൽ പ്രഖ്യാപിച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് അതാണ്ട് ഈ പ്രസിഡന്റ് മെഡൽ, പത്മഭൂഷൺ ഇതാ കിട്ടിയിരിക്കും ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക്. IAS റിസൾട്ട് വരുമ്പോൾ ടീച്ചർ പത്രം വായിച്ചുകൊണ്ടിരിക്കും, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി അതാണ്ട് IAS കിട്ടിയിരിക്കുന്നു, ഭയങ്കര കൊള്ളാല. നിങ്ങളുടെ ടീച്ചേഴ്സ് മരണം വരെ അവരുടെ അധ്യാപന കാലത്തെ രത്നങ്ങളായി നിങ്ങളെ കരുതണം. മരണം വരെ ഓർത്തിരിക്കണം അവർ നിങ്ങളെ. പിന്നെ നിങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ ഇതുവരെ ഏറ്റവും ഉയർത്തിപ്പോയ ആളാരെന്ന് കണ്ടെത്തണം. ഈ ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പോയ ആൾ, അയാളുടെ ഒരു സ്റ്റെപ്പ് മേളിൽ ഞാൻ പോകും. നിങ്ങൾ തീരുമാനിക്കണം. അയാളുടെ ഒരു സ്റ്റെപ്പ് മേളിൽ. 50 കൊല്ലം കഴിഞ്ഞ് തേവലക്കര പഞ്ചായത്തിൻ്റെ ചരിത്രം എഴുതിയ എൻ്റെ പേര് പരാമർശിക്കാതെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ തേവലക്കരയുടെ ചരിത്രം എഴുതാൻ പാടില്ല. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യം വെച്ചാലുണ്ടല്ലോ മക്കളെ, നിങ്ങളവിടെ എത്തിയിരിക്കും, യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. തോംസൺ വലിയ നീന്തൽ താരമായിരുന്നു. 26 സ്വർണ്ണ മെഡൽ നേടി. അവസാനം സിഡ്നി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ വാങ്ങിച്ചിട്ട് തോംസൺ ഇറങ്ങി വന്നു. 13 വയസ്സുള്ളൊരു കുട്ടി വന്നിട്ട് തോംസൺ ചോദിച്ചു, തോംസൺ ക്യാൻ ഐ ടച്ച് യു, ഞാനും തൊട്ടോട്ടെ? തോംസൺ തൊടാനോ മോനെ, വാ നമുക്ക് ചായ കുടിക്കാം. തോംസൺ ആ കുട്ടിയും കൊണ്ട് ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു. അടുത്ത ഒളിമ്പിക്സിൽ തോംസൺ ഒരു കൊച്ചുകുട്ടി നീതി തോൽപ്പിച്ചു. ഒരു 18 വയസ്സുള്ള കുട്ടി 17 വയസ്സുള്ള കുട്ടി തോൽപ്പിച്ചു. സ്വർണ്ണ മെഡൽ വാങ്ങിച്ച കുട്ടി മേളിൽ സിൽവർ മെഡൽ വാങ്ങിക്കാനായിട്ട് തോംസൺ അവിടെ മെഡൽ വാങ്ങിച്ചിറങ്ങി വന്നപ്പോൾ തോംസൺ ചോദിച്ചു, ആരുടെ മോനെ നീ? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരും എന്നെ നീന്തൽ തോൽപ്പിച്ചിട്ടില്ല. മൈക്ക് ഫെൽപ്സ് ആ കുട്ടി പറഞ്ഞു, തോംസൺ അങ്കിളെ, കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു കുട്ടി തൊടാൻ വന്ന അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചായ കുടിക്കാൻ വിളിച്ചോണ്ട് പോയി. ആ കുട്ടിയാണ് ഞാൻ. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് അങ്ങേ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നീന്തൽ പരിശീലിക്കുകയായിരുന്നു. തോംസൺ ജീവിതത്തിൽ 26 സ്വർണ്ണ മെഡൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ ലോക ചരിത്രത്തിലെ ഒളിമ്പിക്സിൽ 34 സ്വർണ്ണ മെഡൽ വാങ്ങിച്ച ഒരൊറ്റ മനുഷ്യനേ ഉള്ളത് ഈ മൈക്ക് ഫെൽപ്സ് ആണ്. മൈക്ക് ഫെൽപ്സ്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിൽ പ്ലാൻ ചെയ്യണം. DGP അത് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഈ DGP പോലെ സ്റ്റേജിലിരുന്നൊന്ന് പ്രസംഗിക്കണം. എനിക്കും ചീഫ് സെക്രട്ടറി ആവണം, DGP ആവണം. നിങ്ങൾ തീരുമാനിച്ചാലുണ്ടല്ലോ അവിടെ എത്തിയിരിക്കും. അതുകൊണ്ട് വളരെ ഭംഗിയായി പഠിച്ചു. ഇതൊരു തുടക്കമാണ്. ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളിരുന്ന ഒരു തുടക്കമാണ്. ഈ 14 സ്റ്റെപ്പുകളും പഠിച്ചിട്ട് ഒന്നൊന്നായി കയറി തേവലക്കരയുടെ അഭിമാന ഭാജനങ്ങളായി മാറണം. തേവലക്കര പണ്ട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമായിരുന്നു. സ്വർണം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളുകൾ പണിഞ്ഞ പ്രസിദ്ധമായ സ്ഥലം. 1543 പോർച്ചുഗീസുകാർക്ക് ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നൊരു പരിപാടി ഉണ്ടായി. അവരെന്തെന്നറിയാമോ? അവർ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പട്ടാളക്കാരെ ഉൾപ്പെടെ കൊല്ലം കടപ്പുറത്ത് നിന്ന് വന്നിട്ട് ഈ തേവലക്കര ക്ഷേത്രം ആക്രമിച്ചു, സ്വർണം പിടിച്ചെടുത്തു. പക്ഷെ നായർ പട്ടാളം പെട്ടെന്ന് വിവരം അറിഞ്ഞ് ഓടി വന്നു. ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നു. അങ്ങനെ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് 22 പേരെ കൊന്ന് കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ഭൂരിപക്ഷവും റിക്കവർ ചെയ്തപ്പോൾ വേണാട് രാജാവ് പറഞ്ഞു, ഇതിന് പ്രത്യേകമായ അഭിനന്ദനം വേണം. അങ്ങനെ ക്രിസ്ത്യാനികളെ വേണാട് രാജ്യത്തിൻ്റെ 8 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ട് പാർപ്പിച്ചു. ചാത്തന്നൂരും കൊട്ടിയവും കൊട്ടാരക്കരയും പുനലൂരും പൂയപ്പള്ളിയിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് സ്ഥലം കൊടുത്തു രാജാവ്. കാരണം
ആക്രമിച്ച പോർച്ചുഗീസുകാരൻ ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി നമ്മുടെ നായർ പട്ടാളത്തിന് കൂടെ വന്നിട്ട് അവരെ തോൽപ്പിച്ചു ഇത് വീണ്ടെടുക്കാൻ. അതിന് നന്ദി സൂചകമായിട്ടാണ്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലം, അവിടെ ജനിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അവിടെ തേവലക്കരയിലെ പ്രസിദ്ധമായ ബെഡ്ഷീറ്റും തേവലക്കരയിലെ പ്രസിദ്ധമായ ഹാൻഡിക്രാഫ്റ്റ്സും ലോകം മുഴുവൻ ഒരു കാലത്ത് കയറ്റുമതി ചെയ്തിരുന്നു. ആ വലിയ പാരമ്പര്യത്തിലാണ് നിങ്ങൾ ജനിച്ച് വളർന്നത്. ഈ വലിയ നാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. ലോകപ്രസിദ്ധരായ ആളുകളെ ലോകത്തിന് സംഭാവന ചെയ്യാൻ ഈ ദേശത്തിന് കഴിയട്ടെ. തേവലക്കരയിലെ ചങ്ങാതിക്കൂട്ടം തുടങ്ങി വെച്ച ഈ തുടക്കം, അതിനെല്ലാ വിജയവും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.